Welcome to KAS Mentor, where your dream job is just another reality. If you are not subscribed yet, you are missing out. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും KS മെന്ററിലേക്ക് സ്വാഗതം. മെനി എക്സാംസ് വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന KS മെന്ററിന്റെ സിഗ്നേച്ചർ കോഴ്സ്, അതിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. സോ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ചരിത്രം അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്, അല്ലെ? അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് പല എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് മുഹമ്മദ് സഫ്വാൻ. സോ നിങ്ങളുടെ കേരള ഹിസ്റ്ററിയുടെ ഫാക്കൽറ്റിയാണ്. നമുക്ക് കേരള ഹിസ്റ്ററി ആരംഭിക്കാം. കേരള ഹിസ്റ്ററി, അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആ എക്സാമിന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. സോ കേരള ഹിസ്റ്ററി, നമുക്കറിയാം കേരളത്തിലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്, എസ്പെഷ്യലി കേരള PSC നടത്തുന്ന ഏതൊരു എക്സാമിനേഷനും കേരള ഹിസ്റ്ററി വളരെ നിർബന്ധമാണ്. കേരള PSC ഇന്നേ വരെ ഏതൊക്കെ എക്സാം നടത്തിയിട്ടുണ്ടോ അതിൽ കേരള ഹിസ്റ്ററി ഇല്ലാതെ പോയിട്ടില്ല എന്ന് നമുക്ക് പറയാം. സംടൈംസ് ചില എക്സാമുകൾക്ക് ചില പെർട്ടിക്കുലർ ഏരിയ അവർ സ്പെസിഫൈ ചെയ്യാറുണ്ട്. ലൈക്ക് മോസ്റ്റ് പ്രോബബ്ലി അവർ പറയുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിന്റെ മോഡേൺ കേരളയിലെ റിനൈസ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കേരള ഹിസ്റ്ററി. ഓക്കെ, എന്നാൽ മോഡേൺ കേരള ഹിസ്റ്ററി മാത്രമാണോ കേരള PSC നടത്തുന്ന എക്സാമ്പിൾ ചോദിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. ഈവൻ നമ്മുടെ ഒരു തുടക്കമുണ്ട്, നമ്മുടെ ചരിത്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ മുതൽക്ക് തന്നെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കേരള PSC ചോദിക്കാറുണ്ട്. നമുക്ക് വരും വഴിയെ നമ്മൾ ഒരു സബ്ജക്ട് ഓറിയന്റേഷൻ നമുക്ക് തരും. അതായത് കേരള ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേജുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ കേരള PSC നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും കേരള ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമം സാധാരണ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് 10 ചോദ്യങ്ങൾ വരെ ഈ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ കേരള ഹിസ്റ്ററി വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. കേരള PSCക്ക് മാത്രമല്ല, മറ്റൊന്ന് സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, അതിനും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ കേരള ഹിസ്റ്ററി ഇവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നെറ്റ്, സെറ്റ് എന്നൊക്കെ. അതിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എന്ത് സെറ്റ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഹിസ്റ്ററി അധ്യാപകന്മാർക്ക് വേണ്ടി. ഓക്കെ, സോ അവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് കേരള ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ കേരള ഹിസ്റ്ററി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. കേരള PSCക്ക് കേരള ഹിസ്റ്ററി ഒന്നുകൂടെ വാസ്റ്റ് ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം കേരള PSC തന്നെ റീസെന്റ് ആയിട്ട് അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിലുള്ള ഒരു എക്സാം ആയിരിക്കില്ല ഇനി PSC നടത്താൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റീസെന്റ് ആയിക്കൊണ്ട് കേരള PSCയുടെ ഏറ്റവും ഹയസ്റ്റ് എക്സാമിനേഷൻ ദാറ്റ് ഈസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്, ആ KS വരെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചില ടഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻസീവ് ഐഡിയ ഉണ്ടായിരിക്കണം. സാധാരണ രീതിയിലുള്ള ചില ഫാക്ടുകൾ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി സംടൈംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററി നിങ്ങൾ ചരിത്രം പഠിക്കുന്ന രൂപത്തിൽ വളരെ ആഴത്തിൽ കഥകൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ ഫാക്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങൾക്ക് മാറിക്കൊണ്ട് ഒന്നും കൂടി സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് ഒരു സ്മാർട്ട് സ്റ്റഡിയിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ കേരള ഹിസ്റ്ററിയുടെ ഒരു സെഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ റിലവൻസ് കേരളത്തിൽ നടത്തുന്ന ഏതൊരു എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. കേരള PSC ഏത് തസ്തികയിലോട്ട് നടത്തുകയാണെങ്കിലും അതിൽ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഏരിയ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് കേരള ഹിസ്റ്ററിയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു സൊസൈറ്റിയും, നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഒരുപാട് ടൗണുകളുണ്ട്, ഗ്രാമങ്ങളുണ്ട്, പല ആൾക്കാരുണ്ട്, പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്.
എന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്നായിരുന്നു. അതായത് കൃഷി ആരംഭിച്ചതോടു കൂടിയാണ് മനുഷ്യൻ ഒരു സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുന്നത് തന്നെ. നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷന്റെ ബാക്കിയായിട്ട് തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കാം, മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് അവന്റെ കൃഷി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ നിന്നാണ്. സോ കൃഷി ആയ സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്തു? പഴയകാല മനുഷ്യന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗുഹാവാസികളായിട്ടുള്ള മനുഷ്യന്മാരാണ് എന്നുള്ളത്. സോ ഗുഹാവാസികളായിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാര് അവരെന്ത് ചെയ്യും? പല സ്ഥലങ്ങളിൽ പോയിട്ട് പല പ്രദേശങ്ങളിൽ പോയിട്ട് അവരുടെ റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് അവിടെ താമസിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ കൃഷി വന്നതോടുകൂടെ അല്ലെങ്കിൽ കൃഷി ആരംഭിച്ചതോടുകൂടെ മനുഷ്യൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കാൻ വേണ്ടി പറ്റില്ല. സോ അവനൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്ത് ചെയ്യണം? സെറ്റിൽഡ് ആകണം. അങ്ങനെ സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ കൃഷി ചെയ്ത സമയത്ത് അവർക്ക് ഒരുപാട് ഫുഡ് റിസോഴ്സസ് ബാക്കിയായി വരുന്നുണ്ട്. അങ്ങനെ കുറെ സർപ്ലസ്, കുറെ ഫുഡ് റിസോഴ്സസ് ബാക്കിയായി വന്ന സമയത്ത് കുറെ ആൾക്കാർ എന്ത് ചെയ്തു? കൃഷിയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റു ആക്ടിവിറ്റീസിലോട്ടും ഇടപഴകാൻ വേണ്ടി ജോബായിട്ട് അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ ആയിട്ട് അവർ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന പോലെ പലർക്കും പല ജോലികൾ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. തീർച്ചയായിട്ടും കേരള ചരിത്രത്തിലും ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇവിടുത്തെ ഇന്ന് കാണുന്ന പോലെ ഒരു മോഡേൺ സൊസൈറ്റി ഫോം ചെയ്യുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഗുഹാവാസികളായിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാരിൽ നിന്നും പതിയെ പതിയെ അവനെന്ത് ചെയ്യാണ്? അവന്റെ കാലഘട്ടത്തിൽ ഓരോ പ്രോഗ്രസ് കൊണ്ടുവന്നിട്ട് കൃഷിയിലോട്ട് എത്തിച്ചേർന്നു. നമ്മൾ പറഞ്ഞു, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ പല ആക്ടിവിറ്റീസുമായിട്ട് മറ്റു ചിലർ കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ കേരള ചരിത്രത്തില് നമുക്ക് ഈ ആദ്യകാല മനുഷ്യന്മാരെ കുറിച്ച് വേണ്ട റിട്ടൺ റെക്കോർഡ്സ് ഒന്നുമില്ല. അതായത് അവരെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊന്നും അവൈലബിൾ അല്ല. എന്നാൽ പിൽക്കാലഘട്ടത്തില് ഞാൻ പറഞ്ഞു, കൃഷിയൊക്കെ വന്നതിന് ശേഷം മനുഷ്യൻ പതിയെ പതിയെ സെറ്റിൽഡ് ആയി. അപ്പോ അവൻ എന്ത് ചെയ്തു? കുറെ ഒഴിവ് സമയം കിട്ടി. അങ്ങനെ മനുഷ്യൻ എന്താണ്? എഴുത്ത് എന്ന് പറയുന്ന ആർട്ട് ഓഫ് റൈറ്റിംഗ് അത് കണ്ടെത്താൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുത്ത് ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് സംഘം ഏജ് എന്ന് വിശേഷിപ്പിക്കാം. സംഘം ഏജ്. ഓക്കെ, കേരളത്തിന്റെ മാപ്പ്, നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയുടെ മാപ്പ് തന്നെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നോക്കിയേ, ഇവിടെ ഏതാനും ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് മാർക്ക് ചെയ്യാം. നോക്കിയേ, ഇവിടെ തമിഴ്നാടിന്റെ ഭാഗത്തുള്ള ഈ റീജിയൻ ആണ് ചോളന്മാരുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്, നോർത്തേൺ തമിഴ്നാട്ടിൽ. സദേൺ തമിഴ്നാട്ടിൽ ഹിയർ വി ഹാവ് ദിസ് പീപ്പിൾ കോൾഡ് ആസ് പാണ്ഡ്യന്മാര്. നമ്മൾ പറയും പാണ്ഡികൾ എന്ന് പറയാറില്ല, ആ പാണ്ഡ്യന്മാർ. ദെൻ നമ്മുടെ നാട്ടില് ഒരു പെർട്ടിക്കുലർ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അവർ വിളിക്കുന്ന പേരാണെന്ത്? ചേരാസ് എന്നുള്ളത്. സോ സംഘം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ ചരിത്രത്തിലുണ്ട്. എന്താണ് സംഘ കാലഘട്ടം എന്ന് ഞാൻ പറയാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയില് പാണ്ഡ്യാസ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു രാജവംശം ഉണ്ടായിരുന്നു. ചോളാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു റൂളിംഗ് പവർ ആയിരുന്നു ചേരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരു ടേം ഉണ്ട് അല്ലെ, സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ട് ഈസ് ദി സംഘം? എന്താണ് ഈ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ യു ക്യാൻ കമന്റ് ഇറ്റ്. ഓക്കെ, സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിംപ്ലി ആ വാക്ക് എന്താണ്? കൂടിച്ചേരുക എന്നാണല്ലോ. സോ ഇവിടെ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുഴകളുടെ കൂടിച്ചേരലല്ല, കുറച്ച് ആൾക്കാരുടെ കൂടിച്ചേരലാണ്. അതായത് കുറച്ച് ആൾക്കാര്, സാധാരണ ആൾക്കാരല്ല, അവരെന്താണ്? കുറച്ചൊക്കെ കഴിവുള്ള ആൾക്കാരാണ്, ലിറ്റററി കഴിവുള്ള ആൾക്കാരാണ്. സോ കുറച്ച് സ്കോളേഴ്സ്, ചില പോയറ്റ്സ്, അവര് വന്നിട്ട് ഒരുമിച്ച് കൂടിക്കൊണ്ട് ഫോം ചെയ്യുന്നതിനാണ് സംഘം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് സംഘം ഏജ്. അപ്പൊ നോക്കിയാൽ ഇവര് പോയറ്റ്സ് ആണ്, സ്കോളേഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ലിറ്റററി വർക്കുകൾ ആ കാലഘട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്തെ എഴുത്ത് കാണപ്പെടുന്ന ഒരു പീരീഡ് എന്നുള്ളത്. സോ ചേരാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരുണ്ട്. ഇവരുടെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കേരളത്തില് ഒരു എഴുത്തിന്റെ കാലഘട്ടം കാണാൻ വേണ്ടി സാധിക്കും. ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് കേരളാസ് റൈറ്റിംഗ്. കേരളത്തിന്റെ എഴുത്തിന്റെ തുടക്കം വരുന്ന എവിടെയാണ്? ഈ സംഘം കാലഘട്ടത്തിലാണ്. സംഘം കാലഘട്ടത്തിൽ ഒരുപാട് കൃതികൾ, നമ്മൾ പറഞ്ഞു ഒരുപാട് സ്കോളേഴ്സ് ആണ്, പോയറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഒബിയസ്ലി അവർ വന്നിട്ട് എന്ത് ചെയ്യും? അവര് അവരുടെ പാട്ടുകളും അവരുടെ കാര്യങ്ങളൊക്കെ അവര് പോയറ്റിക് ഫോമിൽ അവതരിപ്പിക്കും. അത് ചില ആൾക്കാരെ എഴുതും. അങ്ങനെ ഒരു ലിറ്റററി വർക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഈ സംഘം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ, സംഘം വർക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ സിംപ്ലി ഐ എം സെയിങ് ദാറ്റ്
നമുക്ക് ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയാണ് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ്. അതായത് തുടക്കം കൃഷിയായിരുന്നെങ്കിൽ പിന്നീട് പല പല ആക്ടിവിറ്റീസിലോട്ട് അവര് മാറുന്നുണ്ട്. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ വലിയ വലിയ പട്ടണങ്ങൾ ഉയർന്നു വരുന്നു. ആ പട്ടണങ്ങൾ ഉയർന്നു വരുന്നതിനോട് കൂടെ തന്നെ എഴുത്ത് എന്ന് പറയുന്ന ഒരു രീതിയും വരുന്നുണ്ട്. അതിന് നമ്മൾ സംഘം കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. ഈ സംഘം കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് ചേരാസ്, സംഘം ചേരാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ സമയത്ത് നമ്മൾ സംഘം ചേരാസിനെ മാത്രം നമുക്ക് പഠിക്കല് പോസിബിൾ അല്ല. കാരണം ഈ സംഘം ചേരാസ്, സംഘം പാണ്ഡ്യ, സംഘം ചോളാസ് ഈ മൂന്ന് കൂട്ടരും കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇവരെ സംഘം ഏജ് ആയിട്ടാണ് ഈ മൂന്നും കൂട്ടരെ വിശേഷിപ്പിക്കുന്നത്. കേരള ഹിസ്റ്ററി പർട്ടിക്കുലർ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിക്കൊണ്ട് സംഘം ചേരാസിനെ കുറിച്ച് ഒന്ന് ഫോക്കസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി മുതൽ ഒരു എഴുത്തിലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കേരള ചരിത്രത്തിലെ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംഘം കാലഘട്ടം നിങ്ങൾ ഇന്ത്യ ചരിത്രം നോക്കുന്ന സമയത്ത് യു ഹാവ് ദിസ് മൗര്യൻ എംപയർ. അശോക എന്ന് പറയുന്ന രാജാവിന്റെ ഒരു മൗര്യൻ എംപയർ ഉണ്ട് അല്ലെ. ആ മൗര്യൻ എംപയറിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓക്കെ, അശോക എന്ന് പറയുന്ന രാജാവിന്റെ ശേഷം, അതായത് മൗര്യ സാമ്രാജ്യത്തിന് ശേഷമാണ് ഈ സംഘം കാലഘട്ടം ഹൈലി ഫ്ലറിഷ്ഡ് ആയിട്ട് വരുന്നത്, ഉയർന്നു വരുന്നത്. അങ്ങനെ ഈ മൗര്യ കാലഘട്ടത്തിന് ശേഷം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പീരീഡ് ആണ് സംഘം ഏജ് എന്ന് പറയുന്നത്. സോ 3rd സെഞ്ചുറി BC മുതൽ ഒരു 3rd സെഞ്ചുറി AD വരെയൊക്കെ നിലനിൽക്കുന്ന വലിയ കാലഘട്ടമുണ്ട് സംഘം കാലഘട്ടത്തിന് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയില് ദാറ്റ് ഈസ് ചേരാസ്, പാണ്ഡ്യാസ്, ചോളാസ് എന്ന് പറയുന്ന ഈ മൂന്ന് ആൾക്കാർ, ഇവരുടെ പ്രദേശത്തെ വിളിക്കുന്ന പേരാണെന്ത്, ആൻഷ്യന്റ് തമിഴകം എന്നുള്ളത്, അല്ലെങ്കിൽ സംഘം കാലഘട്ടത്തിലെ തമിഴകം. ഒന്നടങ്കം നമ്മുടെ നാടിനെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിളിച്ചിരുന്ന പേരെന്താണ്, തമിഴകം എന്നാണ്. ഈ തമിഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്ന റീജിയൻസ് സൗത്ത് ഓഫ് ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിന്റെ സൗത്ത്, അവിടെയാണ് ആരുള്ളത്, അതായത് തമിഴ്നാടിന്റെ നോർത്തേൺ പോർഷനിലും ആന്ധ്രാപ്രദേശിന്റെ സദേൺ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന ചോളന്മാരുടെ നാട്, സൗത്ത് തമിഴ്നാട്ടിലെ പാണ്ഡ്യൻ നാട്, കേരളത്തിലെ സെൻട്രൽ കേരളയുടെ ഭാഗത്ത് ചേരന്മാര് എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, സോ ഒരു അണ്ടർസ്റ്റാൻഡിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതാണ് ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓക്കെ, സോ ആൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്നത്, സോ നമ്മൾ ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി പറഞ്ഞു, അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സംഘം ഏജ് എന്ന് പറയുന്ന ഒരു വലിയ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇത് ഒരു AD 5ാം നൂറ്റാണ്ട് വരെയൊക്കെ നിലനിൽക്കുന്നുണ്ട് മാക്സിമം. പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യുന്നു. ഡിക്ലൈൻ ചെയ്തുകൊണ്ട് വീണ്ടും കേരള ചരിത്രത്തിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ മാപ്പിൽ കാണുന്ന പോലെ ദ മിഡീവൽ ചേരാസ് എന്ന് വിളിക്കുന്നത്. മിഡീവൽ ചേരാസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, മിഡീവൽ കാലഘട്ടമാണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേരന്മാരെ കുറിച്ചല്ല. അത് സംഘം ചേരാസ് ആണ്, അല്ലെങ്കിൽ ആൻഷ്യന്റ് ചേരാസ് ആണ്. അത് ഡീക്ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ചേരന്മാരെ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ദേ ആർ കോൾഡ് ആസ് മിഡീവൽ ചേരാസ്. മിഡീവൽ ചേരാസ് എന്നാണ് അവർ വിളിക്കുന്ന ഒരു പേര്. ഇവിടെ മാപ്പിൽ നോക്കിയേ, ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഇത്രയും പ്രദേശങ്ങൾ നോക്കിയേ, അതായത് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങള് ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേരളം മുഴുവനും ഒന്നടങ്കം ഒരു പൊളിറ്റിക്കൽ പവറിന്റെ കീഴിൽ വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മിഡീവൽ കേരളയിലാണ്. ആൻഡ് ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ചേരാസ്. മിഡീവൽ ചേരാസ് ആണ് അവിടെ ഉള്ളത്. ഈ മിഡീവൽ ചേരാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കുലശേഖരാസ് എന്നുള്ളത്. കുലശേഖരാസ്. ഓക്കെ, അപ്പൊ കുലശേഖരന്മാർ എന്ന് പറയുന്ന രാജാക്കന്മാരാണ് ഇവര് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ചേര എന്ന് പറയുന്ന ഡൈനാസ്റ്റി, അതിലുണ്ടായിരുന്ന രാജാക്കന്മാര് അവരുടെ ടൈറ്റിലാണ് എന്ത്, കുലശേഖരന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ചേര അല്ലെങ്കിൽ മിഡീവൽ ചേരാസ് അല്ലെങ്കിൽ കുലശേഖരാസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് മിഡീവൽ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ഇവർ ഏകദേശം 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്താണ് ഭരിക്കുന്നത്. നോക്കിയേ, സോ 9ാം നൂറ്റാണ്ട് മുതൽ 12ാം
നൂറ്റാണ്ട് വരെ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് ഒന്നടങ്കം ഒരൊറ്റ പൊളിറ്റിക്കൽ പവറിന്റെ കീഴിലാണ്. അതാണ് മിഡീവൽ ചേരാസ് അല്ലെങ്കിൽ സെക്കൻഡ് ചേരാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചേരാസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. അതാണ് സംഘം കാലഘട്ടം അല്ലെങ്കിൽ ആൻഷ്യന്റ് ചേരാസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ മിഡീവൽ ചേരാസ് ഒറ്റക്കായിരുന്നു അല്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോളന്മാരുണ്ട്. അതായത് മിഡീവൽ കാലഘട്ടത്തിലും ചോളന്മാര് വരുന്നുണ്ട്, സൗത്തില് പാണ്ഡ്യന്മാരുണ്ട്. അതായത് സംഘം കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ചേരന്മാര് അവർ കേരളത്തിന്റെ സെൻട്രൽ പാർട്ടിൽ മാത്രമേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അതുപോലെ തമിഴ്നാടിന്റെ ഭാഗത്ത് സംഘം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാണ്ഡ്യന്മാര്, ചോളന്മാര്, ഇവരൊക്കെ തന്നെയാണ് മിഡീവൽ കാലഘട്ടത്തിൽ വീണ്ടും പവർ ആയിട്ട് വരുന്നത്. പക്ഷെ മിഡീവൽ എത്തുന്ന സമയത്ത് കാലം ഒരുപാട് മുന്നോട്ട് പോയി അല്ലെ. സോ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇവരുടെ ടെക്നോളജി മാറുന്നുണ്ട്, ഇവരുടെ ഭരണങ്ങൾ മാറുന്നുണ്ട്, ഇവരുടെ എക്കണോമിയുടെ സോഴ്സസ് മാറുന്നുണ്ട്. സോ ഈ കാലഘട്ടം ആകുമ്പോഴേക്കും ഇവർ ഒരുപാട് പവർഫുൾ ആകുന്നുണ്ട്, ഇവരുടെ ടെക്നോളജി മാറുന്നുണ്ട്, എക്കണോമി മാറുന്നുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ മാറുന്നുണ്ട്. അങ്ങനെ വീണ്ടും പവർഫുൾ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ആര്? ഈ മിഡീവൽ കാലഘട്ടത്തിലെ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത്. അതിൽ എസ്പെഷ്യലി നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കാൻ നേരത്തെ വിൽ ഫോക്കസ് ഓൺ സെക്കൻഡ് ചേരാസ് അല്ലെങ്കിൽ മിഡീവൽ ചേരാസ്. ഇവരായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയായിരുന്നു കേരളം ഒന്നടങ്കം ഭരിച്ചിട്ടുണ്ടായിരുന്ന ചേരന്മാരുടെ കാലഘട്ടം. ദാറ്റ് ഈസ് സെക്കൻഡ് ചേരാസ് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഈ 12ാം നൂറ്റാണ്ടിന് ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു പോയിന്റ് ആണത്. 12ാം നൂറ്റാണ്ടിന് ശേഷം നമുക്ക് കേരളത്തില് ഈ യൂണിഫൈഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഡീക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞു 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ മിഡീവൽ ചേരാസ് കേരളം ഒന്നടങ്കം ഭരിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ 12ാം നൂറ്റാണ്ടിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചേരന്മാര് ഡീക്ലൈൻ ചെയ്യുന്നുണ്ട്. സോ അവർ ഡീക്ലൈൻ ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതാനും ചില നാഡൂസ്, അതായത് അവർക്ക് ഭരണത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചേരന്മാര്, അവരുടെ ഓരോ പ്രദേശങ്ങളെ നാഡൂസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ നാഡൂസിനും ഓരോ ഗവർണർ അപ്പോയിന്റ് ചെയ്യും. ആ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗവർണർ വിളിക്കുന്ന പേരാണ് നാടുവാഴി. നാട് ഭരിച്ചിട്ടുണ്ടായിരുന്ന റൂളർ നാടുവാഴീസ്. സോ ഈ ചേരന്മാര് 12ാം നൂറ്റാണ്ടിൽ ഡീക്ലൈൻ ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ കീഴിലുണ്ടായിരുന്ന അവരുടെ ഗവർണർമാർ, അതാണ് നാടുവാഴീസ് എന്ന് പറയുന്നത്, അവര് സ്വന്തമായിട്ടുള്ള രാജ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ വീണ്ടും എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിലെ ഒരു യൂണിഫൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇല്ലാതാകുന്നു. മറിച്ച് മറ്റു ചില കുഞ്ഞു കുഞ്ഞു ഡൈനാസ്റ്റീസ് ആണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ആ കുഞ്ഞു കുഞ്ഞു ഡൈനാസ്റ്റീസ് ഉണ്ടാക്കുന്ന ആരാണ്? ഈ മുമ്പ് ചേരന്മാരുടെ ഗവർണേഴ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന നാടുവാഴീസ് തന്നെയാണ്. അങ്ങനെ നമുക്ക് കേരളത്തില് 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, നിങ്ങൾ പീരീഡ് ഒന്ന് മനസ്സിലാക്കുക. 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടത്തില് കേരളം യൂണിഫൈഡ് അല്ല, കുഞ്ഞു കുഞ്ഞു ഡൈനാസ്റ്റീസ് ആണ് ഭരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രദേശങ്ങൾ നോക്കാം. വേണാട് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. വേണാട് ഇന്നത്തെ ട്രിവാൻഡ്രം, കൊല്ലം, അതിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണെന്ത്? വേണാട് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. വേണാട് പ്രധാനപ്പെട്ട ഒന്നതാണ്. ഓക്കെ. പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആലപ്പുഴയുടെ ഭാഗത്തായിക്കൊണ്ട് വി ഹാവ് ദീസ് ചെമ്പകശ്ശേരി റൂളേഴ്സ് ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളേഴ്സ് വരുന്നത് കൊച്ചിൻ ബേസ്ഡ് ആയിക്കൊണ്ട് ഒരു ഡൈനാസ്റ്റി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. കൊച്ചിൻ ബേസ്ഡ് ആയിക്കൊണ്ട് ദെൻ കണ്ണൂര് ബേസ്ഡ് ആയിക്കൊണ്ട് ഹിയർ വി ഹാവ് ദിസ് കോലോത്തുനാട്. ഓക്കെ. കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട്, മലപ്പുറം കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് വി ഹാവ് ദിസ് ഏറൽ നാട് അല്ലെങ്കിൽ സാമൂതിരിയുടെ ടെറിട്ടറി എന്ന് പറയുന്നത്. സോ സിംപ്ലി ഐ ആം സെയിങ് ദാറ്റ് 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു യൂണിഫൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. ദേ ആർ കോൾഡ് ആസ് സെക്കൻഡ് ചേരാസ്. എന്നാൽ 12ാം നൂറ്റാണ്ടിൽ ആ യൂണിഫൈഡ് സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നു, ചിഹ്നചിത്രമാകുന്നു. എന്നിട്ട് അവിടെ ഭരിക്കാൻ വേണ്ടി വരുന്നത് ആരാണ്? ഏതാനും ചില നാടുവാഴീസ്. അവർ സ്വന്തമായിട്ടുള്ള രാജ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നാടുവാഴീസ് നോക്കുന്ന സമയത്ത് ഹിയർ വി ആർ നോർത്തില് കോലോത്തുനാട് എന്ന് പറയുന്ന ഒരു റൂളിംഗ് പ്രദേശമുണ്ട്. കണ്ണൂർ കാസർഗോഡിന്റെ ഭാഗത്ത്, കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ ഭാഗത്തായിക്കൊണ്ട് വി ഹാവ് സാമൂതിരി എന്ന് പറയുന്ന സാമൂതിരി അപ്പോഴാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കൊച്ചിനിലെ പെരുമ്പടപ്പ് എന്ന് പറയുന്ന ഒരു റൂളിംഗ് ഫാമിലി വരുന്നുണ്ട്. ചെമ്പകശ്ശേരി എന്ന് പറയുന്ന ആലപ്പുഴയുടെ ഭാഗത്ത് സൗത്തിൽ വേണാട് ഉണ്ട്. ഓക്കെ. വേണാട്.
സോ 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ കേരളത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? ദേ ആർ കോൾഡ് ആസ് ഏജ് ഓഫ് നാടുവാഴീസ് എന്നുള്ളത്. നോക്കിയേ, 12ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്താണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം 1498 പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോ ഡ ഗാമ കേരളത്തിലോട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ കണ്ടീഷൻ എന്താണ്? ഇങ്ങനെ തന്നെയാണ്. അതായത് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വരുന്ന സമയത്ത് കേരളം ഒരു യൂണിഫൈഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ കീഴിലല്ല ഉള്ളത്. സൗത്ത് ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിയർ വി ഹാവ് വേണാട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. കൊച്ചിൻ കേന്ദ്രീകരിച്ച് പെരുപ്പടപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ നാടുണ്ട്. ആ സാമൂതിരിയുടെ നാട്ടിലാണ് ആര് വരുന്നത്? വാസ്കോ ഡ ഗാമ വരുന്നത്. അതിന്റെ മുകളിൽ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊലത്തുനാടുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് യൂറോപ്യൻസ് വരുന്നത്. യൂറോപ്യൻസിന്റെ തുടക്കം വാസ്കോ ഡ ഗാമ. ഓക്കെ, വാസ്കോ ഡ ഗാമ വരുന്നു. എന്നിട്ട് സാമൂതിരിയുമായിട്ട് ചില കുരുമുളക് കച്ചവടത്തിന് വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ സാമൂതിരിയും വാസ്കോ ഡ ഗാമയും ഒരിക്കലും ഒരുമിച്ച് പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അങ്ങനെ വാസ്കോ ഡ ഗാമയും സാമൂതിരിയും പ്രശ്നത്തിലാകുന്നു. സാമൂതിരിയുടെ പ്രശ്നമായത് കൊണ്ട് തന്നെ ഗാമ എന്ത് ചെയ്തു? കൊച്ചിയിലോട്ടും കൊലത്തുനാട്ടിലോട്ടും പോയിട്ട് ട്രേഡ് നടത്തിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് യൂറോപ്യൻസ് വരാൻ വേണ്ടി തുടങ്ങി. അതിൽ ആദ്യത്തെ ആൾക്കാരായിരുന്നു പോർച്ചുഗീസുകാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ പോർച്ചുഗീസുകാരായിരുന്നു ആദ്യത്തെ ആൾക്കാര്. ഓക്കെ, സോ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യാണ്? ഈ നാടുവാഴീസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലോട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഗാമ വരുന്നു. ഗാമ ബിലോങ്സ് ടു ദ പോർച്ചുഗീസ് സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ പോർച്ചുഗീസുകാർ വരുന്നു. പോർച്ചുഗീസുകാർ കുറച്ചു കാലം കേരളത്തിന്റെ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലും അവർ ട്രേഡ് നടത്തുന്നുണ്ട്. ട്രേഡ് മാത്രമല്ല അവർ നടത്തുന്നത്, അവര് ഇവിടുത്തെ അവർക്ക് ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരുമായിട്ട് പലപ്പോഴും പൊളിറ്റിക്കൽ ക്ലാഷസിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാമൂതിരിയും ഈ പോർച്ചുഗീസുകാരും എപ്പോഴും യുദ്ധത്തിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് കൊച്ചിൻ സ്റ്റേറ്റും അതുപോലെ കണ്ണൂരിലെ സ്ഥലങ്ങളുമായിട്ടാണ് ഗാമക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സാമൂതിരിയുടെ പ്രദേശമായിട്ട് എപ്പോഴും പ്രശ്നത്തിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ പോർച്ചുഗീസുകാർ വന്നു. ഓക്കെ, അങ്ങനെ പോർച്ചുഗീസുകാർ വന്നു. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അടുത്തൊരു കൂട്ടർ വരുന്നുണ്ട്. ആരാണ് വരുന്നത്? ഡച്ചുകാര്. സോ ഫസ്റ്റ് പോർച്ചുഗീസുകാർ വരുന്നു. അവർ കുറച്ചു കാലം ഭരിക്കുന്നുണ്ട്. പിന്നെ പോർച്ചുഗീസിന്റെ പവർ കുറഞ്ഞു വരുന്നു. പോർച്ചുഗീസിന്റെ പവർ കുറയുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്ന മറ്റൊരു യൂറോപ്യൻ പവർ ആണ് ഇനി വരുന്നത്. ദേ ആർ ദ ഡച്ച്. ഡച്ചുകാരെന്ത് ചെയ്യാണ്? ഇനി വരികയാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ കണ്ടീഷനുണ്ട്. ട്രേഡ് നടത്താൻ വേണ്ടി ഡച്ചുകാർ വരുന്നുണ്ട്. ഓക്കെ, സോ ഡച്ചുകാർ വന്നു. പക്ഷെ ഡച്ചുകാരുടെ ട്രേഡിന് വേണ്ടി മാത്രമായിരുന്നില്ല അവരുടെ ഏതാനും ചില കാര്യങ്ങൾ. അവർ ഇവിടുത്തെ ഏതാനും ചില പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പെയിന്റിങ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പെയിന്റിങ് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? എനിപ്പടി ഒന്ന് കമന്റ് ചെയ്യും. ഏതാണ് ഈ പെയിന്റിങ്? ഓക്കെ, വെരി ഗുഡ്. ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ട്രാവൻകൂർ സ്റ്റേറ്റിന്റെ രാജാവ്. ഓക്കെ, ആ ട്രാവൻകൂർ സ്റ്റേറ്റ് രാജാവിന്റെ മുമ്പിൽ ഒരു യൂറോപ്യൻ പവർ ആയിട്ടുള്ള ഡച്ചുകാര് മുട്ടുകുത്തുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു, ഡച്ചുകാര് ഇവിടുത്തെ ട്രേഡിന് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസിലും ഇടപെടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇടപെട്ട സമയത്ത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഒരു യുദ്ധം സംഭവിക്കുന്നുണ്ട്. അതാണ് ചരിത്രത്തിലെ 1741 ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതോടുകൂടി ഡച്ചിന്റെ പവർ കേരളത്തില് ഡീക്ലൈൻ ചെയ്ത് തുടങ്ങുന്നു. സോ 1741 ഈ ഡച്ച് എന്ന് പറയുന്ന മറ്റൊരു യൂറോപ്യൻ പവർ അവര് കേരളത്തിൽ ഡീക്ലൈൻ ചെയ്ത് തുടങ്ങാണ്. സോ ആദ്യം പോർച്ചുഗീസുകാർ വന്നു. അവർ കുറച്ചു കാലം ഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചു കാലം അവർ അവരുടെ ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർക്ക് അവർ ഓവർ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഡച്ചുകാർ വരുന്നു. ഡച്ചുകാർ കുറച്ചു കാലം വരുന്നു. പക്ഷെ ഡച്ചുകാര് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെട്ട സമയത്ത് ട്രാവൻകൂർ സ്റ്റേറ്റിന്റെ രാജാവായിട്ടുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ ഈ ഡച്ചുകാരെ കുളച്ചൽ എന്ന് പറയുന്ന യുദ്ധത്തിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ പെയിന്റിംഗ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പോർച്ചുഗീസുകാരും ഈ ഡച്ചുകാരും ആയിരുന്നില്ല. അവര് ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ അവരെക്കാൾ വലിയ ചലഞ്ച് ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ബ്രിട്ടീഷ് ഡോമിനേഷൻ ഇൻ കേരള. കേരളത്തിലെ ബ്രിട്ടീഷ് ഡോമിനേഷനും.
അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാണ്, കേരളത്തിൽ അവരുടെ ബ്രിട്ടീഷ് ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് വലിയ മറ്റൊരു ടോപ്പിക് എന്നുള്ളത്. ഓക്കെ, ബ്രിട്ടീഷ് ഡോമിനേഷൻ അവർ നമുക്കറിയാം 1600 ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ടാണ് ആര് വരുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റിലോട്ട് ട്രേഡ് നടത്താനുള്ള ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന രീതിയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കുറച്ച് സമയം, ആദ്യത്തെ ഒരു 100 വർഷം അവർ കൂടുതൽ ട്രേഡിൽ തന്നെ ഫോക്കസ് ചെയ്തു. എങ്ങനെ മാക്സിമം ലാഭം കൊയ്യാം എന്നതിലായിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പതിയെ അവർക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻ അവർ മനസ്സിലാക്കി, കേരളത്തിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ അവർ മനസ്സിലാക്കി. എന്നിട്ട് ഇവിടുത്തെ രാജാക്കന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിച്ചുകൊണ്ട് ആ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ പതിയെ പതിയെ ഓരോ പ്രദേശങ്ങളിൽ പിടിച്ചെടുക്കുന്നു. ഓക്കെ, അങ്ങനെ പിടിച്ചെടുക്കാൻ നേരത്തെ കേരളത്തിന്റെ ചരിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് ഏതാനും ചില കലാപങ്ങൾ അതിനെതിരായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകുന്ന ഒരു കലാപമാണെന്ത്, ആറ്റിങ്ങൽ കലാപം എന്നുള്ളത്. ആറ്റിങ്ങൽ കലാപം, അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു കലാപം, അതിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, സോ അങ്ങനെ ബ്രിട്ടീഷ് ഡോമിനേഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അങ്ങനെ ഇവർക്കെതിരെ പല കലാപങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഴശ്ശിയുടെ കലാപം, വേലുത്തമ്പി ദളവയുടെ കലാപം. ഇങ്ങനെ ഒരുപാട് കലാപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കേരളത്തില് ഏകദേശം എല്ലാ പ്രദേശത്തും ബ്രിട്ടീഷിന്റെ ഒരു ഡോമിനേഷൻ ഉണ്ട്. എസ്പെഷ്യലി മലബാർ എന്ന് പറയുന്ന പ്രദേശത്ത്, നോർത്തേൺ പാർട്ട് ഓഫ് മലബാർ കേരളയാണല്ലോ എന്ത് മലബാർ എന്ന് പറയുന്നത്. ആ മലബാറിൽ ബ്രിട്ടീഷുകാർ ഡയറക്ട്ലി ഭരിക്കുന്നുണ്ട്. കൊച്ചിൻ സ്റ്റേറ്റിലും ട്രാവങ്കൂർ എന്ന് പറയുന്ന സൗത്ത് ഭാഗത്തും എന്താണ്, അവിടെ രാജഭരണമാണ് ഉള്ളത്. ആ രാജഭരണം, അവിടുത്തെ രാജാക്കന്മാർ തന്നെയാണ് കൊച്ചിനും ട്രാവങ്കൂറും ഭരിക്കുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അംബാസിഡറൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ട് അവർ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ മലബാറിന്റെ ഭാഗം അത് ഡയറക്ട്ലി, അത് രാജഭരണത്തിന്റെ കീഴിലല്ല, അത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തതിനു ശേഷമാണ് ദേശീയ തലത്തിൽ ഒരു ഫ്രീഡം മൂവ്മെന്റ് നടക്കുന്നത്. ആ ഫ്രീഡം മൂവ്മെന്റ് നടക്കുന്നതിന്റെ ഏതാനും ചില ഇവന്റുകളും നമുക്ക് നമ്മുടെ കേരളത്തിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, കേരളത്തിലും ഏതാനും ചില ഇവന്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ തന്നെ ബ്രിട്ടീഷ് മലബാറിലെ, അതായത് മലബാറിന്റെ ഭാഗം ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമാണ്. സോ ബ്രിട്ടീഷ് മലബാറിലെ ഇതിന്റെ നേരിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ ഒരു ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം മലബാർ കലാപം എന്നുള്ളത്. സോ മലബാർ കലാപം പോലെയുള്ള ഒരുപാട് കലാപങ്ങൾ ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷിനെതിരെ നടക്കുന്നുണ്ട്. സോ അങ്ങനെ റിവോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ജയിലിൽ അടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നാടുകളിൽ ജയിലിലാണ് നടക്കുന്നത്, അല്ല, ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഇവര് ജയിൽ ചാടും, ഇങ്ങോട്ട് തിരിച്ചു വരും. അതുകൊണ്ട് ആൻഡമാൻ നിക്കോബർ ഐലൻഡുകളിലെ ഏതാനും ചില സെല്ലുലാർ ജയിലുകളിലേക്കാണ് ഇവരെ അടക്കുന്നത്. ഓക്കെ, അങ്ങനെ കൊളോണിയലിസത്തിനെതിരെ, ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെ ശബ്ദിച്ചത് കൊണ്ട് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ബ്രിട്ടീഷ് ഫോഴ്സ് കൊല്ലുന്നുണ്ട്, കുറെ ആൾക്കാരെ നാട് കടത്തുന്നുണ്ട്, കുറെ ആൾക്കാരെ ജയിലിൽ വെച്ച് പീഡിപ്പിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ത്യാഗത്തിന്റെ റിസൾട്ട് ആണ് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കിട്ടേണ്ട ഏറ്റവും നല്ലൊരു പോയിന്റ്. അങ്ങനെ 1947 വരെ ദേശീയ തലത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലും ഏതാനും ചില ഇവന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഫൈനലി 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ 1947 നമ്മുടെ കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. കേരളം ആ സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് മലബാർ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ പോയി, ഇപ്പൊ മലബാർ മാത്രമായി. ബ്രിട്ടീഷുകാർ നാട് വിട്ടല്ലോ, സോ മലബാർ മാത്രമായി. കൊച്ചിൻ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം, ട്രാവങ്കൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്ന മറ്റു നാട്ടുരാജ്യം, അങ്ങനെ ഉണ്ടായിരുന്നത്. ഇനി ഇത് മൂന്നും ഒന്നിപ്പിക്കണം. അങ്ങനെ ഇത് മൂന്നും ഒന്നിപ്പിക്കപ്പെടുന്നത് 1956 നവംബർ 1 അന്നാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അന്നാണ് നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് 1956 നവംബർ 1. ഇത്രയും വരെയുള്ള ഒരു പീരീഡ് ആണ് കേരള ഹിസ്റ്ററിയുടെ സിലബസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നീട് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടിയുണ്ട്. അതായത് കേരള സ്റ്റേറ്റ് ഫോം ചെയ്തു, ഫോം ചെയ്തതിനു ശേഷം കേരളം ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ളൂ. ഇനി കേരളത്തെ ഇന്ന് കാണുന്ന പോലെ കുറെ വാർത്തെടുക്കേണ്ടതുണ്ടല്ലോ. അതിന് ഇവിടെ എന്ത് വേണം? തീർച്ചയായിട്ടും ഏതാനും ചില ഗവൺമെന്റുകൾ വേണം. അങ്ങനെയുള്ള ഏതാനും ചില ഗവൺമെന്റുകളെ കൂടിയും അവരുടെ ഏതാനും ചില പോളിസീസിനെ കൂടിയും നമ്മൾ എന്ത് ചെയ്യും? പരിചയപ്പെടും. അങ്ങനെ നിങ്ങളുടെ കേരള ഹിസ്റ്ററി ടോട്ടലി കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മെനി എക്സാംസ് വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ സിഗ്നേച്ചർ കോഴ്സ്. സോ കേരള ഹിസ്റ്ററി കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു സെഷനിൽ. ഓക്കെ, സോ ഇതാണ് കേരള ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഒരു
ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്നുള്ളത് സബ്ജക്ട് ഓറിയന്റേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ കേരള ചരിത്രത്തിന്റെ ആദ്യത്തെ ഒരു ടോപ്പിക് ഇന്ന് ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ്. ചോളാസ് നോർത്തേൺ പാർട്ട് ഓഫ് തമിഴ്നാടാണ് ആൻഡ് സദേൺ പാർട്ട് ഓഫ് ആന്ധ്രയുടെ റീജിയൻസും ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. സോ ഇതാണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്കൊരു കൃഷിയിൽ നിന്നാണ് നമ്മുടെ സമൂഹം ആരംഭിക്കുന്നത്. ദെൻ നമുക്കൊരു എഴുത്തിന്റെ ഒരു കാലഘട്ടം ഡെവലപ്പ് ചെയ്തു വരുന്നു. അതാണ് ആൻഷ്യന്റ് കേരള എന്ന് പറയുന്നത്. ശേഷം മിഡീവൽ കേരള ആരംഭിക്കുന്നു. മിഡീവൽ കേരള ആരംഭിക്കുന്നതും ചേരന്മാർ വഴിയാണ്. പിന്നീട് അത് ഡീക്ലൈൻ ചെയ്തിട്ട് ഒരുപാട് പെറ്റി സ്റ്റേറ്റുകളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ സാമൂതിരി നിൽക്ക് കേൾക്കുന്ന ആൾക്കാർ അപ്പോഴാണ് വരുന്നത്. അതൊരു 18ാം നൂറ്റാണ്ട് വരെ പോകുന്നു. ആ സമയത്ത് തന്നെയാണ് യൂറോപ്യൻ പവേഴ്സ് ആയിട്ടുള്ള പോർച്ചുഗീസുകാരും ഡച്ചുകാരും വരുന്നത്. 18ാം നൂറ്റാണ്ട് മുതലുള്ള കേരളത്തിന്റെ ചരിത്രത്തെ നമുക്ക് മോഡേൺ കേരള ഹിസ്റ്ററി എന്ന് വിളിക്കാം. അതിൽ പ്രധാനമായിക്കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ ഏതാനും ചില സ്റ്റേറ്റുകളും അതിന് കൂടെ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ, അവരുടെ ഡെവലപ്മെന്റ്, അതിനെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള റിവോൾട്ടുകൾ, കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ദെൻ ഫ്രീഡം മൂവ്മെന്റ് കാര്യങ്ങൾ, ഫൈനലി ഇൻഡിപെൻഡൻസ് ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ അകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള റിനൈസൻസ് എന്ന് പറയുന്നത്. കേരള റിഫോർമേഷൻ, കേരളത്തിന്റെ നവോത്ഥാനം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള നവോത്ഥാനത്തിന്റെ ലീഡേഴ്സ്, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 19-20 നൂറ്റാണ്ടിന്റെ കേരളത്തിന്റെ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അതും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ വരുന്ന ഒരു ഭാഗമാണ്. മറ്റു ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എനി അതർ ഡൗട്ട്സ്? ഓക്കെ, സോ ലെറ്റ് മീ കണ്ടിന്യൂ. സോ ഇവിടെ നിങ്ങൾക്ക് മാപ്പില് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിന്റെ ജോഗ്രഫി അറിയാം എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ എന്തുണ്ട്? അറേബ്യൻ സീ ഉണ്ട്, പ്ലസ് നമ്മുടെ ഈസ്റ്റിലായിക്കൊണ്ട് ഒരു വലിയൊരു മലനിര പോകുന്നുണ്ടല്ലേ, വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്ന. അങ്ങനെ വെസ്റ്റേൺ ഗഡ്സിന്റെ ഇപ്പുറത്തുള്ള ഒരു ഭാഗമാണ് എന്ത്? കൊച്ചി ലാൻഡ് റീജിയൻ. വെസ്റ്റേൺ ഗഡ്സിന്റെയും അറേബ്യൻ സീന്റെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിയിലോട്ടാണ് ഇനി നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. സോ കേരളത്തെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആദ്യകാല വർക്കാണ് കേരള മഹാത്മ്യം എന്ന് പറയുന്നത്. കേരള മഹാത്മ്യം ഏതോ ഒരു മഹാനുഭാവൻ എന്നോ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് ആരാണ് എഴുതിയത് എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ബട്ട് നമുക്ക് കേരള മഹാത്മ്യം എന്ന് പറയുന്ന ഏതാനും ചില റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആ റെക്കോർഡുകൾ പ്രകാരം കേരളത്തിന്റെ ജോഗ്രഫിയെ പറയുന്നത് ഇങ്ങനെയാണ്: കേരള ആസ് എ ലാൻഡ് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗഡ്സ്, ഈസ്റ്റിൽ വി ഹാവ് ദിസ് വെസ്റ്റേൺ ഗഡ്സ്. അപ്പോൾ വെസ്റ്റേൺ ഗഡ്സ് ഉണ്ട്, അറേബ്യൻസ് ഉണ്ട്. നോർത്തില് ഗോകർണം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, സൗത്തിൽ കന്യാകുമാരി ഉണ്ട്, കേപ്പ് കമോരി. ഈ ജോഗ്രഫിക്കൽ ചുറ്റളവിന്റെ നടുവിലുള്ള പ്രദേശമാണ് എന്ത്? കേരളം എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് വെസ്റ്റേൺ ഗഡ്സ്, അറേബ്യൻ സീ, നോർത്തില് ഗോകർണം, സൗത്തില് കന്യാകുമാരി. ഇതിനിടക്കുള്ള ഒരു ലാൻഡ് റീജിയൻ ആണ് കേരളം എന്ന് പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളം. കേരളത്തിന്റെ ആദ്യകാല പേരുകൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ചേരളം. ചേരന്മാര് ഭരിച്ചിരുന്ന നാട്, അതാണ് ചേരളം എന്ന പേരിൽ ഉദ്ദേശിക്കുന്നത്. കേരളം എന്ന് പറയുന്ന വാക്കുണ്ട്. പരശുരാമ ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളം ഒറിജിനേറ്റ് ചെയ്തത് പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് എന്നുള്ള തിയറി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ? സോ ആ ഒരു തിയറി ഹിസ്റ്റോറിക്കലി അത് വാലിഡ് അല്ല, പക്ഷെ മിത്താണ് അത്. ഓക്കെ, എന്നിരുന്നാലും പരശുരാമ ക്ഷേത്രം, പരശുരാമന്റെ നാട്, അവൻ ഭരിച്ചിരുന്ന നാട്, അല്ലെങ്കിൽ പരശുരാമൻ മഴ എറിഞ്ഞു ഉണ്ടാക്കിയിട്ടുള്ള നാട് എന്ന അർത്ഥത്തിൽ പരശുരാമ ക്ഷേത്രം എന്ന പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്. മലയാളം, മലനാട്, മലബാരം, മലബാർ എന്നുള്ള പേരുകളെല്ലാം കേരളത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ മലബാർ എന്ന് പറയുന്നത് മോഡേൺ ടൈംസിൽ ഒരു നോർത്തേൺ പാർട്ട് ഓഫ് കേരളയാണെങ്കിൽ
പഴയ കാലഘട്ടങ്ങളിൽ മലബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തെ ഒന്നടങ്കമാണ്. സോ കേരളത്തെ ഒന്നടങ്കം മലബാർ എന്ന പേരിലും മലവാരം, മലനാട്, മലയാളം സംസാരിക്കുന്ന നാട്, പരശുരാമ ക്ഷേത്രം, കേരളം, ചേരളം എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മലബാർ എന്ന് പറയുന്ന ഒരു പേര് അത് ആദ്യമായിക്കൊണ്ട് കേരളത്തെ വിളിക്കുന്നത് അൽബറൂനിയാണ്. നിങ്ങൾ ഈ അൽബറൂനി എന്ന് പറയുന്ന ഒരു ചരിത്രകാരന്റെ ഇന്ത്യയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഇൻഡോളജിസ്റ്റ് ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഉണ്ട്, കിതാബുൽ ഹിന്ദ്, ഇന്ത്യയെ കുറിച്ചുള്ള വർക്ക്, ബുക്ക്, ദ ബുക്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത്. സോ ആ ഒരു ബുക്കിൽ ഇദ്ദേഹം എഴുതുന്നുണ്ട്, ഈ കോൾ കേരള ആസ് മലൈബാർ. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ജോഗ്രഫിയിൽ സൗത്തിലുള്ള നാടിനെയാണ് മലൈബാർ എന്ന് വിളിക്കുന്നത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മലൈബാർ എന്ന് ആദ്യമായി കൊണ്ട് വിളിക്കുന്ന ആരാണ്? അൽ ബറൂനി ആണെന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് അവർ സ്റ്റേറ്റ് കേരള. കേരളത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ജോഗ്രഫി പറഞ്ഞു, ഡിഫറെന്റ് നെയിംസ് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. സോ ദാറ്റ് ഈസ് ദ പ്രീ ഹിസ്റ്റോറിക് കേരള. പ്രീ ഹിസ്റ്റോറിക് കേരള നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പോയിന്റ് എന്താണ്? കേരളം അതിന്റെ സൊസൈറ്റിയും അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആരംഭിക്കുന്നത് ഒരു കൃഷിയിൽ നിന്നാണ്, ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ആ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി പോയിട്ട് പിന്നീട് എഴുത്തിന്റെ ഒരു കാലഘട്ടത്തിലോട്ട് പോകുന്നുണ്ട്. അതാണ് സംഘ കാലഘട്ടം എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ പറയുന്ന പോയിന്റ്, നമുക്ക് സംഘം കാലഘട്ടം എന്ന് പറയുന്ന ഒരു എഴുത്ത് ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമുണ്ട്. അതിനെയാണ് ചരിത്രത്തിലെ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത്. ദ ടേം ഹിസ്റ്റോറിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുതപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ അവൈലബിൾ ആണ്. ഇന്ന് നമുക്കുണ്ടല്ലേ പല ലൈബ്രറികളും പല ബുക്കുകളും എല്ലാം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് നമുക്ക് റിട്ടൺ റെക്കോർഡ്സ് ആണ്, റിട്ടൺ എവിഡൻസസ് ആണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഹിസ്റ്റോറിക് എന്ന് വിളിക്കുന്നത്. എന്നാൽ എഴുത്ത് ഇല്ലാത്തൊരു കാലഘട്ടത്തെയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് എന്ന് വിളിക്കുന്നത്. ഹിസ്റ്റോറിക്കിന്റെ മുമ്പുള്ള ഒരു കാലഘട്ടം, എഴുതപ്പെടുന്നതിന്റെ മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടായത് മുതൽ ഏറ്റവും വലിയൊരു പീരീഡ് പ്രീ ഹിസ്റ്റോറിക് ആണ്. ഇപ്പൊ മനുഷ്യൻ എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 10,200 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഓർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5000 വർഷം. അത്ര മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എഴുത്ത് എന്ന് പറയുന്ന ഒരു കല അല്ലെങ്കിൽ അവന്റെ ജീവിത ശൈലി കൊണ്ടുവരുന്നത്. അതിന് മുമ്പുള്ള വലിയൊരു പീരീഡ് മനുഷ്യൻ എഴുതപ്പെടാത്ത കാലഘട്ടമാണ്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് പ്രീ ഹിസ്റ്റോറിക് കേരള. കേരളത്തിൽ എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം പ്രീ ഹിസ്റ്റോറിക് കേരള എന്നുള്ളത്. അതായത് നമുക്കറിയാം എഴുത്ത് ആരംഭിക്കുന്ന എപ്പോഴാണ്? സംഘം കാലഘട്ടത്തിലാണ്. അപ്പൊ സംഘം കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൃഷി അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി കേരളത്തിൽ ആരംഭിക്കുന്നുണ്ടെന്നത്. എങ്ങനെയാണ് കേരളത്തിൽ ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി ആരംഭിക്കുന്നത് എന്നുള്ള ഒരു കഥയാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യു ഡിസ്കസ്ഡ് അവിടെ റിട്ടൺ റെക്കോർഡ്സ് അവൈലബിൾ അല്ല, റിട്ടൺ റെക്കോർഡ്സ് ഇല്ലാത്തൊരു കാലഘട്ടം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും. ഇദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്നുള്ളത്. റോബർട്ട് ബ്രൂസ് ഫൂട്ട്, ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ഉണ്ട് എന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ജിയോളജിസ്റ്റ് കൂടിയാണ് ആര്? റോബർട്ട് ബ്രൂസ് ഫൂട്ട്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. ആൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രീ ഹിസ്റ്ററി ഓഫ് കേരള. കേരളത്തിന്റെ പ്രീ ഹിസ്റ്ററിയുടെ പിതാവായിട്ടും ഇദ്ദേഹത്തെ പറയുന്നുണ്ട്. ഓക്കെ, സോ റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറയുന്ന ആളാണ് പ്രീ ഹിസ്റ്റോറിക് സ്റ്റഡീസിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി, ഓൾസോ പ്രീ ഹിസ്റ്ററി ഓഫ് കേരള. അതിന്റെ ഫാദർമാര് തന്നെയാണ് റോബർട്ട് ബ്രൂസ് ഫൂട്ട് ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് റിട്ടൺ റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ അവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നത്? യെസ്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. സോ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ ഏതാനും ചില കൾച്ചേഴ്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പിക്ചർ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? ഒരു ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവന്റെ താടിയും മുടിയും ഒക്കെ കണ്ടില്ലേ? അതുപോലെ അവന്റെ കാലിന്റെ പൊസിഷൻസ്,
അതുപോലെ അവന്റെ കയ്യിൽ അവന്റെ ഡ്രസ്സ് എന്താണ്, കടുവാത്തോല്. ഓക്കെ, സോ അതുപോലെ അവന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു സ്റ്റോൺ ടൂൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്ന, വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് ആര്, ദ പ്രീ ഹിസ്റ്റോറിക് മാൻ എന്നുള്ളത്. ഇദ്ദേഹത്തെ നമുക്ക് പ്രീ ഹിസ്റ്റോറിക് മാൻ എന്ന് വിശേഷിപ്പിക്കാം. അതായത് ഈ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് എന്താണ്, ഒരു പഴയ കാല മനുഷ്യന്റെ ചരിത്രമാണ് ഉള്ളത്. ഇവിടുത്തെ മനുഷ്യന് പ്രത്യേകതയുണ്ട്. അവനെന്താ, എവിടെയും പ്രത്യേകിച്ച് സെറ്റിൽഡ് അല്ല. അവൻ സെറ്റിൽഡ് അല്ല. തുടക്കത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുഹാവാസിയായിട്ടുള്ള മനുഷ്യന്റെ കഥയാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അവൻ താമസിക്കുന്ന എവിടെയാണ്, ഗുഹകളിലോ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിലോ താമസിക്കും. രാത്രി കാലം വല്ലാണ്ട് പുറത്തിറങ്ങില്ല, കാരണം ഇരുട്ടാണ്, ഇരുട്ടിനെ പേടിച്ചിരുന്ന സമയമാണ്. രാവിലെ ആകുന്ന സമയത്ത് അവന് അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ വേട്ടയാടും, എന്തെങ്കിലും ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ അത് കഴിക്കും. അങ്ങനെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും. ഏതെങ്കിലും സ്ഥലത്ത് രാത്രിയാകുന്ന സമയത്ത് അവിടെ താമസിക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ദാറ്റ് ഈസ് നൊമാഡിക് സെറ്റിൽമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതായത് അവന് റിസോഴ്സിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കും, അവിടെ പോയിട്ട് താമസിക്കും, വേറെ സ്ഥലത്തിലോട്ട് പോകും. അങ്ങനെ പെർട്ടിക്കുലർ സ്ഥലത്ത് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യൻ ആ അലഞ്ഞു തിരിഞ്ഞിൽ നിന്നും മാറിക്കൊണ്ട് പതിയെ കൃഷിയിലോട്ട് മാറുകയാണ്. ആ ഒരു കഥയാണ് നമ്മൾ ഈ പ്രീ ഹിസ്റ്റോറിക് കൾച്ചറിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രീ ഹിസ്റ്റോറിക് കൾച്ചറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്ന മനുഷ്യൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് നൊമാഡിക് സെറ്റിൽമെന്റ് ഓഫ് ഏർലി മാൻ ഓർ കേവ് മാൻ. ഗുഹവാസിയായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ അദ്ദേഹം എന്തെയാണ്, പതിയെ പതിയെ ഈ അലഞ്ഞു തിരിഞ്ഞൊക്കെ നിർത്തിയിട്ട് പതിയെ സെറ്റിൽമെന്റിലോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് അഗ്രികൾച്ചർ ലൈഫ് ഓർ അഗ്രികൾച്ചർ സെറ്റിൽമെന്റിലോട്ട്. അങ്ങനെ ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി ആയിട്ട് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എസ്പെഷ്യലി കേരളത്തിന്റെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ റീസെന്റ് ആയിക്കൊണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. വളരെ റീസെന്റ് ആയിക്കൊണ്ട് ഏതാനും ചില ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിന്റെ ഈ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താ, റിട്ടൺ റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ ഇവര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ ടൂൾസ്, കല്ലുകൾ കൊണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ടൂൾസ് ഉണ്ടാക്കിയിരുന്നത്, ചില ബോൺസ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ചില ഇംപ്ലിമെന്റ്സ് അവരവരുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ചില പാത്രങ്ങൾ പോലെയുള്ള പ്ലേറ്റുകൾ, പാത്രങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ എങ്ങനെയായിരിക്കാം ജീവിച്ചിട്ടുണ്ടാവുക, അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ആകാം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു അനുമാനത്തിലോട്ട്, ഒരു അസംഷനിലോട്ട് മനുഷ്യൻ എത്തുന്നത്. അല്ലാണ്ട് ഈ കാലഘട്ടത്തെ കുറിച്ച് റിട്ടൺ റെക്കോർഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ പ്രീ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ കുറിച്ചുള്ള ക്ലിയർ ഇൻഫർമേഷന്റെ സഫിഷ്യൻസി ഇപ്പോഴും ലാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടതുപോലെ വളരെ വലിയ രീതിയിൽ ഇപ്പോഴും നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല. ബട്ട് റീസെന്റ് ആയിക്കൊണ്ട് തന്നെ അതിന്റെ ഏതാനും ചില സ്റ്റഡീസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ തന്നെ പലപ്പോഴും പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയക്ക് നോക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിന്നും ഇത്ര വലിയൊരു പാത്രം കണ്ടുകിട്ടി, കേരളത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും സ്വർണം കണ്ടുകിട്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. സോ സിംപ്ലി സെയിം, ഇപ്പോഴും കേരളത്തിന്റെ ചില എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എക്സ്കവേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് കൾച്ചർ ഉണ്ടായിരുന്നു എന്നുള്ള പഠനം നടക്കുന്നതും അത് വളരെ റീസെന്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന പഠനം മാത്രമാണ്. അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഈ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കല്ലാണ് മനുഷ്യന്റെ ആ കാലഘട്ടത്തിലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുധം, ടൂൾ, വെപ്പൺ എന്ന് പറയുന്നത്. കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അവന്റെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പൊട്ടിക്കുന്നത് അങ്ങനെയാണ്, ചോപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കല്ലിന്റെ ടൂൾസ് ആണ് അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മൃഗത്തിന്റെ തൊലി ഊരാൻ വേണ്ടി ഒരു നൈസ് ആയിട്ടുള്ള കല്ലുകൾ, മീൻസ് ചീളുകളാണ് അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ കല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്, ടൂൾ എന്ന് പറയുന്നത്. അങ്ങനെ കല്ലിന്റെ ബേസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ ചരിത്രത്തിൽ എന്ത് ചെയ്തു, പല പീരിയഡിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വലിയ വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു, ഇന്ന് കുഞ്ഞു കുഞ്ഞു കല്ലുകളോട്ട് പോകുന്നുണ്ട്. അതായത് നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ തുടക്ക കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വലിയ ബിൽഡിങ്ങിന് വലുപ്പം ഉണ്ടായിരുന്നു എന്നാ പറയാം തുടക്ക സമയത്ത്. പിന്നീട് അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ കോമ്പാക്ട് ചെയ്തു. ഇന്ന് നമുക്ക് ചെറിയ മിനി കമ്പ്യൂട്ടേഴ്സ് വരെയുണ്ട്. സംടൈംസ് കമ്പ്യൂട്ടേഴ്സിന്റെ ആവശ്യമില്ല, ലാപ്ടോപ്പ് വന്നു, ലാപ്ടോപ്സിന്റെ ആവശ്യമില്ല, ടാബ്ലറ്റ് വന്നു. അങ്ങനെ അഡ്വാൻസ്മെന്റിലോട്ട് വന്നില്ല. എന്നതുപോലെ തന്നെ മനുഷ്യന്റെ കാലഘട്ടത്തിൽ ഈ കല്ല് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്ന ടൂളിൽ ഒരുപാട് ഇൻവെൻഷൻസ് അത് നടക്കുന്നുണ്ട്. അതിൽ കുറെ അപ്ഗ്രേഡേഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ മൊബൈൽ
മൊബൈലിൽ ഒരുപാട് ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യില്ല എന്നതുപോലെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ കല്ലിലുള്ള ഓരോ കാര്യങ്ങൾ അവൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടക്ക കാലഘട്ടത്തിൽ വി ഹാവ് ദിസ് ഓൾഡ് സ്റ്റോൺ ഏജ്, അതാണ് പാലിയോലിത്തിക് എന്ന് പറയുന്നത്. സോ പാലിയോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ആണ്. സോ ദ ടേം പാലിയോ മീൻസ് ഓൾഡ് ആണ്, ലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ആണ്. എല്ലായിടത്തും നിങ്ങൾക്ക് ലിത്തിക് കാണാൻ വേണ്ടി സാധിക്കും. സോ പഴയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണിത് പാലിയോലിത്തിക് മാൻ എന്നുള്ളത്. അതായത് വലിയ വലിയ കല്ലുകൾ, പഴയകാല ഓൾഡ് ടെക്നോളജി ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യൻ, പാലിയോലിത്തിക് മാൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു അപ്ഡേഷൻ വന്നുകൊണ്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റേജിലെത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് മിസോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മിഡിൽ സ്റ്റോൺ ആണ്. ആദ്യത്തെ എന്താണ്? ഓൾഡ് സ്റ്റോൺ ആണ് പാലിയോലിത്തിക്. അടുത്തത് മിഡിൽ സ്റ്റോൺ ആണ്. എന്തുകൊണ്ടാണ് മിഡിൽ എന്ന് ഉപയോഗിക്കുന്നത്? കാരണം ഹിയർ വി ഹാവ് അടുത്തൊരു ഫേസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് നിയോലിത്തിക്. അതായത് മനുഷ്യൻ പുതിയ അഡ്വാൻസ്ഡ് ടൂൾസിൽ എത്തുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ സ്റ്റോൺ ഏജ് എന്നുള്ളത്. ന്യൂ, പുതിയ. സോ പുതിയ സ്റ്റോൺ കാലഘട്ടം അവിടെ വരുന്നുണ്ട്. അപ്പൊ പുതിയ സ്റ്റോണിന്റെയും പഴയ സ്റ്റോണിന്റെയും ഇടക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, അതായത് പഴയതിൽ നിന്ന് പുതിയതിലോട്ട് ഇങ്ങനെ വരുന്ന ഒരു പീരീഡ്, അതിനെയാണ് മിസോലിത്തിക് എന്ന് രണ്ടാമത് വിളിക്കുന്നത്. മൂന്നാമതാണ് നിയോലിത്തിക് പീരീഡ് എന്നുള്ളത്. ഈ നിയോലിത്തിക് പീരീഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കൃഷി മനുഷ്യൻ ആരംഭിക്കുന്നത്. ദാറ്റ് ഈസ് അഗ്രികൾച്ചർ സെറ്റിൽമെന്റ് ആരംഭിക്കുന്നത് ഈ നിയോലിത്തിക് കാലഘട്ടത്തിലാണ്. അപ്പൊ പാലിയോലിത്തിക് മുതൽ നിയോലിത്തിക് വരെയുള്ള കാലഘട്ടത്തിന്റെ നേച്ചർ എന്താണ്? നൊമാഡിക് സെറ്റിൽമെന്റ് മുതൽ അഗ്രികൾച്ചർ സെറ്റിൽമെന്റിലോട്ടുള്ള മനുഷ്യന്റെ ഒരു പ്രോഗ്രസ് ആണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ കല്ലുകളുടെ ഒരു ഇൻവെൻഷൻ നോക്കുന്ന സമയത്ത്, അപ്ഡേഷൻ നോക്കുന്ന സമയത്ത് ആദ്യകാലത്തെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ പഴയതായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പാലിയോലിത്തിക് എന്നുള്ളത്. ദെൻ അതിൽ നിന്നും കുറച്ച് ഡെവലപ്മെന്റ് വരുന്നു, ഒരു ട്രാൻസിഷൻ വരികയാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് മിസോലിത്തിക്. ദെൻ നിയോലിത്തിക് എന്ന് പറയുന്ന പുതിയ കല്ലുകൾ. ഈ നിയോലിത്തിക് കാലഘട്ടത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇത് നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. നിയോലിത്തിക് എന്ന് പറയുന്നത്. ദെൻ കംസ്, ഇപ്പൊ കല്ലുകളൊക്കെ ആയി, ഇനി മനുഷ്യൻ എന്ത് ചെയ്യാണ്? നമ്മൾ പറഞ്ഞു കൃഷി വന്നു എന്നുള്ളത്. കൃഷി വന്ന സമയത്ത് ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ കൃഷി വന്നു, കുറെ ആൾക്കാർ കൃഷി ചെയ്യുന്നു, കൃഷിയിൽ നിന്ന് ഒരുപാട് ഫുഡ് കിട്ടി. എന്തിനാണ് ഇത്രമാത്രം ഫുഡ്? നമുക്ക് മറ്റു ചില ആക്ടിവിറ്റീസിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ പതിയെ പതിയെ മറ്റു ചില ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്തു? കല്ലിൽ നിന്ന് മാറിക്കൊണ്ട് മെറ്റൽസ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ ആദ്യമായി കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മെറ്റലാണെന്ത്? കോപ്പർ എന്ന് പറയുന്നത്. കോപ്പർ. സോ കോപ്പർ ഉപയോഗിക്കുന്ന കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? കാൽക്കോലിത്തിക് ഏജ് എന്നുള്ളത്. സോ കോപ്പർ ഏജിനെ വിളിക്കുന്ന പേരാണെന്ത്? കാൽക്കോലിത്തിക്. ഇവിടെ നോക്കി, കാൽക്കോ, കോപ്പർ ഉണ്ട് പ്ലസ് ലിത്തിക് ഉണ്ട്. അപ്പൊ കോപ്പർ മാത്രമല്ല ഉപയോഗിക്കുന്നത്, കോപ്പർ അല്ലെങ്കിൽ കല്ലിന്റെ കൂടെ കോപ്പറും കൂടി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. സോ ദാറ്റ് പീരീഡ് ഈസ് കോൾഡ് ആസ് കാൽക്കോലിത്തിക് പീരീഡ് എന്നുള്ളത്, കോപ്പർ ഏജ് എന്നുള്ളത്. ദെൻ കംസ്, മനുഷ്യൻ വീണ്ടും ഒരു കല്ലിന്റെ ഒരു രീതി വരുന്നുണ്ട്, മെഗാലിത്തിക് ഏജ് എന്നുള്ളത്. മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗാ, വലിയ, ലിത്തിക് ആണ് വലിയ കല്ലുകൾ. അപ്പൊ മനുഷ്യൻ എന്താണ് വലിയ കല്ലുകളോട്ട് പിന്നീട് തിരിച്ചു പോകുന്നത്? ഇവിടെ മനുഷ്യൻ ഈ വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനല്ല, പക്ഷെ ജീവിതം കഴിഞ്ഞിട്ടാണ്. അതായത് മരിച്ച മനുഷ്യന്മാരെ ശവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം. അതാണ് നമുക്ക് മെഗാലിത്തിക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സോ മെഗാലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ വലിയ കല്ലുകൾ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ബറിയൽ പ്രാക്ടീസസ്, ശവ സംസ്കാര രീതിക്ക് വേണ്ടി. അതാണ് മെഗാലിത്തിക് കൾച്ചർ എന്ന് പറഞ്ഞത്. സോ ഒരു പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, മനുഷ്യൻ എന്തെയാണ് അന്തം വിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സെറ്റിൽഡ് ലൈഫിലോട്ട്, കൃഷിയിലോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അത് നമുക്ക് പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്, കാൽക്കോലിത്തിക് ആൻഡ് മെഗാലിത്തിക് എന്ന് പറയുന്ന പീരീഡുകളിലൂടെ പഠിക്കാൻ വേണ്ടി സാധിക്കും. നിയോലിത്തിക് കാലഘട്ടത്തിലാണ് കൃഷി വരുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സോ ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ് ചാപ്റ്റർ, പ്രീ ഹിസ്റ്റോറിക് കേരള. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഇത് എന്തെങ്കിലും ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എനി ഡൗട്ട് ഓൺ ദിസ് ഇൻട്രൊഡക്ഷൻ? കാരണം നമ്മൾ ബാക്കി ഈ ഓരോ ഫേസുകൾ ഉണ്ടല്ലോ, പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്, ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ബേസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ ചില കൺഫ്യൂഷൻസ് വരും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ നമ്മൾ പാലിയോലിത്തിക്കിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ? ദ വേർഡ് ഇറ്റ്സെൽഫ് സേസ് ആസ് ഓൾഡ് സ്റ്റോൺ, അല്ലെ?
ഓൾഡ് സ്റ്റോൺ എന്ന രീതിയിലാണ് പാലിയോലിത്തിക്കിനെ റെഫർ ചെയ്യുന്നത്. പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ആണ്. ടേം പാലിയോ മീൻസ് ഓൾഡ്, ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആണ്. അപ്പൊ പഴയകാല കല്ലുകൾ, അതായത് പഴയകാല മനുഷ്യന്റെ ചരിത്രം, ആദ്യകാല മനുഷ്യൻ, ഗുഹാവാസികളായിട്ടുള്ള മനുഷ്യന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോഴും സെയിം കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ കേരളത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഇൻഫർമേഷന്റെ ഒരു സഫിഷ്യൻസി ലാക്ക് ചെയ്യുന്നുണ്ട്. വേണ്ട ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇന്ത്യ ഹിസ്റ്ററിയിൽ നമുക്ക് ഇന്ത്യ ചരിത്രം ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും പല എവിഡൻസ് നമുക്ക് കിട്ടും. കേരളത്തിന്റെ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതാനും ചില എവിഡൻസ് മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് 1974 പി രാജേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹായത്തോടെയാണ് നമുക്ക് കേരളത്തിൽ നിന്നും ആദ്യത്തെ പാലിയോലിത്തിക് ടൂള് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാലക്കാടിലെ കാഞ്ഞിരപ്പുഴ റിവർ വാലിയിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ പാലിയോലിത്തിക് ടൂള് കേരളത്തിൽ നിന്നും കണ്ടുകിട്ടുന്നത്, പാലക്കാടിൽ വെച്ചുകൊണ്ട്. ആൻഡ് ദാറ്റ് വാസ് ബൈ ദിസ് പേഴ്സൺ പി രാജേന്ദ്രൻ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന നേരത്തെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പാലിയോലിത്തിക് എന്ന് പറയുന്ന ടൂള് അല്ലെങ്കിൽ ഒരു കല്ല് നമുക്ക് കിട്ടി, നമ്മൾ ആ കല്ലിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്, അത് പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ഒരു ടൂളാണ് എന്നുള്ളത്. അതിനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് ആരെ, പി രാജേന്ദ്രൻ. അങ്ങനെ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ റിവർ വാലിയുടെ അടുത്ത് വെച്ചിട്ടാണ് നമുക്ക് ആദ്യമായിക്കൊണ്ട് ഒരു ടൂള് ലഭിക്കുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് ഈ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ടൂൾസ് മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ടൂൾസ് എല്ലാം വലിയ ടൂൾസ് ആയിരുന്നു, വലിയ വലിയ കല്ലുകളാണ്. അപ്പൊ മനുഷ്യൻ വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് പാലിയോലിത്തിക് എന്ന് പറയുന്നത്. ഈ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ഇൻഡസ്ട്രി, അതായത് ടൂൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയായിരുന്നു? ഫോർ ചോപ്പർ, സ്ക്രേപ്പർ, ഫ്ലേക്ക് ട്രഡീഷൻ. ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മെതിക്കുക, മീൻസ് പൊട്ടിക്കാൻ വേണ്ടി. സ്ക്രാപ്പിംഗ്, ചെത്തുക. ഫ്ലേക്ക് പറഞ്ഞാൽ ചീന്തി എടുക്കുക. ഇങ്ങനത്തെ ഇതിനു വേണ്ടിയായിരുന്നു എന്ത് പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പല കല്ലുകൾക്ക് മൂർച്ച ഉണ്ടായിരുന്നില്ല, മൂർച്ച കുറവായിരുന്നു, ഷാർപ്പനിങ് പവർ കുറവായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന പഴയ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആദ്യകാല കല്ലും അതിനുള്ള എക്സാമ്പിളുമാണെന്ത് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ കല്ല് കോഡ്സ് എന്ന് പറയുന്ന ഒരു കല്ലിന്റെ ടൈപ്പിൽ നിന്നാകാം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ കോഡ്സ് എന്ന് പറയുന്ന സ്റ്റോൺ ടൈപ്പ് ഉണ്ട്. ആ സ്റ്റോൺ ടൈപ്പിൽ നിന്നാകാം ഈ പാലിയോലിത്തിക്കിന്റെ കാലഘട്ടത്തിൽ കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലിയോലിത്തിക് മനുഷ്യനെ കോഡ്സൈറ്റ് മാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് കോഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിൽ, കോഡ്സ് എന്ന് പറയുന്ന പാലിയോലിത്തിക് കല്ല് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എന്ന അർത്ഥത്തിൽ കോഡ്സൈറ്റ് മാൻ എന്ന പേരിലും പാലിയോലിത്തിക് മനുഷ്യനെ പറയാറുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്ലേക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്താണ് ഫ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഉരുളം കല്ല്, ആ ഉരുളം കല്ല് ചെത്തി പീസായിട്ടുള്ള ഒരു പാളി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ചീള് എന്ന് പറയത്തില്ലേ, അതാണ് ഫ്ലേക്ക് എന്ന് പറയുന്നത്. ആ ഫ്ലേക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവന്റെ മൃഗങ്ങളുടെ തൊലിയെല്ലാം കീറി എടുക്കുന്നത്. സോ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളാണ് എന്ത്, ഫ്ലേക്ക് ടൂൾസ് എന്നുള്ളത്, ഫ്ലേക്ക് സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ചോപ്പിംഗ് പറഞ്ഞാൽ മെതിക്കുക, സ്ക്രാപ്പിംഗ് പറഞ്ഞാൽ ചെത്തുക, ഫ്ലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചീന്തി എടുക്കുക. ഓക്കെ, ഇതിനു വേണ്ടി അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാലിയോലിത്തിക് കല്ലുകൾ, എസ്പെഷ്യലി കോഡ്സ് എന്ന് പറയുന്ന ടൈപ്പ് കല്ലുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കോഡ്സൈറ്റ് മാൻ എന്നും ഇവരെ വിളിക്കാറുണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്, പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ വാലിയിൽ നിന്നാണ് പി രാജേന്ദ്രന്റെ സഹായത്തോടു കൂടിയാണ് ആദ്യമായിക്കൊണ്ട് ഒരു പാലിയോലിത്തിക് ടൂൾ കിട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്, ഈ രണ്ട് കാര്യം മാത്രം അറിഞ്ഞാൽ മതി. കാരണം നമുക്ക് ഈ പീരീഡിനെ കുറിച്ച് വേണ്ട ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദെൻ കംസ് ദ മിസോലിത്തിക്. സോ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾഡ് സ്റ്റോൺ ആണ്. അതിൽ നിന്നും പതിയെ, ആ വലിയ കല്ലുകളിൽ നിന്നും പതിയെ മനുഷ്യൻ നൈസ് ആയിട്ടുള്ള ഒന്നും കൂടി അതിൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. സോ മിഡിൽ സ്റ്റോൺ കൾച്ചർ എന്ന് പറയുന്നത്, മിഡിൽ എന്നുള്ള വാക്ക് വരാൻ കാരണം എന്തായിരുന്നു, വി സെഡ് ദാറ്റ് ദിസ് ഈസ് ബിക്കോസ് അടുത്തൊരു ഫേസ് വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് നിയോലിത്തിക് എന്നുള്ളത്. ആ നിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്, അതിന് ഇടക്കുള്ള ഒരു പീരീഡ് എന്ന രീതിയിലാണ് മിഡിൽ സ്റ്റോൺ കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ നോക്കാം.
കേരളത്തിലെ ഈ മിസോലിത്തിക് കൾച്ചർ, അതായത് ഒരു മിഡിൽ സ്റ്റോൺ കൾച്ചർ ഏകദേശം 3000 BC വരെ നിലനിൽക്കുന്നുണ്ട്. അതായത് 3000 BC വരെ ഈ മിഡിൽ സ്റ്റോൺ കൾച്ചർ മാത്രമായിരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. 3000 BC വരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മിസോലിത്തിക് കാലഘട്ടത്തിന്റെ ഏതാനും ചില ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മിസോലിത്തിക് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ യൂസ്ഡ് സ്മോൾ ടൂൾസ്, ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് മൈക്രോ ലിത്ത് എന്നുള്ളത്. ചെറിയ കല്ലുകൾ, വളരെ കുഞ്ഞി കല്ലുകൾ, അതായത് 5 സെന്റിമീറ്റർ, നമ്മുടെ ഈ കൈയിന്റെ ഉൾഭാഗത്ത് മാത്രം വരുന്ന ആ ടൈപ്പുള്ള കല്ലുകളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ പലിയോലിത്തിക് മനുഷ്യനോ വലിയ ഉരുളങ്കല്ല ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് മനുഷ്യൻ എത്തും ഒന്നും കൂടി ആ കല്ല് ഒന്നും കൂടി അവന്റെ കൺവീനിയൻസ് പ്രകാരം, നേരത്തെ നമ്മൾ കണ്ടു അല്ലെ, വലിയ ഉരുളം കല്ലിൽ നിന്നും അവർ ഫ്ലേക്ക് എന്ന് പറഞ്ഞ ചെറിയ കല്ലിന്റെ പീസ് എടുക്കുന്നുണ്ട്. അങ്ങനെ അതും പിന്നെ കൂടുതൽ ഷാർപ്പൻ ചെയ്തുകൊണ്ട് മൈക്രോലിത്ത് എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകൾ മിസോലിത്തിക് കാലഘട്ടത്തില് ഈ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കൾച്ചർ 3000 BC വരെ ഉള്ള ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്ലസ് കേരളത്തിലെ മിസോലിത്തിക് ഇൻഡസ്ട്രി, അതിന്റെ ഏതാനും ചില ഫീച്ചേഴ്സ്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, പോട്ടറി യൂസ് ചെയ്യുന്നില്ല. പോട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാത്രമാണ്. പാത്രം ആർക്കാ ആവശ്യമുള്ളത്? വീടുള്ള ആൾക്കാർക്കല്ലേ പാത്രം ആവശ്യമുള്ളൂ. മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ വലിയ സെറ്റിൽമെന്റ് ഒന്നും ആരംഭിക്കുന്നില്ല. തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. നിയോലിത്തിക്കിന്റെ സമയത്താണ് എന്തുന്നത്, അവൻ കൃഷിയിലോട്ട് ഏർപ്പെടുന്നത്. കൃഷി ഏർപ്പെടുന്ന സമയത്താണ് കൃഷിയുടെ പാടത്തിന് തൊട്ടപ്പുറത്തായിക്കൊണ്ട് വീടുകൾ താമസിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഫുഡ് കൂടുതൽ കിട്ടുന്ന സമയത്താണ് അവന് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോട്ടറി ആവശ്യം വരുന്നത്. സോ ഈ കാലഘട്ടത്തിൽ പോട്ടറി ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ മെറ്റൽ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം കല്ല് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്നുള്ളത്. സോ നോൺ മെറ്റാലിക് ആണ്, കല്ലുകൾ ഉപയോഗിക്കുന്നില്ലല്ലോ, മെറ്റൽസ് ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കല്ലിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് മിഡിൽ സ്റ്റോൺ കൾച്ചർ. അതിന്റെ പ്രത്യേകത കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, മൈക്രോലിത്തുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എന്തായാലും പഠിച്ചു നോക്കുക. ഇവിടെ നോക്കിയേ, മിസോലിത്തിക് കാലഘട്ടത്തിൽ അതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദി മൈക്രോലിത്ത് ആണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 2 ഭാഗവും കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ പെൻസിലിന്റെ 2 ഭാഗം കൂർപ്പിക്കുന്നത് പോലെ. അപ്പോ 2 ഭാഗത്തും അവന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു ടൂളായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ചില എക്സ്ട്രാ അഡീഷൻസും അതിലുണ്ട്. സോ നല്ലൊരു ടൂളായിരുന്നു മൈക്രോലിത്ത് എന്ന് പറയുന്നത്. ഈ മൈക്രോലിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് തെന്മല. തെന്മല എന്നുള്ളത്. ഓക്കെ, തെന്മല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തെന്മല എന്ന് പറയുന്ന പ്രദേശം. അതുപോലെ കൊല്ലം ജില്ലയിലാണ് തെന്മല. ഓക്കെ, ഒരു മലയോര പ്രദേശമാണ്. അവിടെയാണ് ഈ മിസോലിത്തിക്കിന്റെ ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ബാക്സ് ടു 5210 years, അതായത് 5210 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മിസോലിത്തിക് കൾച്ചറുമായി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ടൂൾസ് നമുക്ക് അവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഈ തെന്മല എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റും ചില കേവ് ആർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താണ് കേവ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു മനുഷ്യൻ എന്താണ്, ഓൾറെഡി ഗുഹയിൽ താമസിക്കുന്ന മനുഷ്യനാണ്. അപ്പോ അവനെന്ത് ചെയ്യും, അവന്റെ റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഗുഹയിൽ വന്ന സമയത്ത് അവൻ ഗുഹകളിൽ ഏതാനും ചില ചുമർ ചിത്രങ്ങൾ വരക്കും. അവിടെ ഉപയോഗിച്ചിട്ട് അവന്റെ ടൂൾസ്, കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് അവൻ കേവില്, ഗുഹകളിൽ ചില ചിത്രങ്ങൾ പണിത് തുടങ്ങുന്നുണ്ട്. ആ ഒരു കാലഘട്ടം മിസോലിത്തിക്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് തെന്മല, കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറയുന്നത്. മറ്റൊന്ന് അങ്കോട്. അങ്കോട് പറഞ്ഞ ട്രിവാൻഡ്രമാണ്. അതായത് ഈ തെന്മലയ്ക്കും ആ ട്രിവാൻഡ്രത്തിനും അടുത്തുള്ള ഒരു ബോർഡർ റീജിയൻ ആണ് അങ്കോട് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ചില ഗുഹാ ചിത്രങ്ങൾ, പാറകളിൽ കൊത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, പാറകളിലെ ചില പാളികൾ ഉണ്ടാവും. ഓക്കെ, സാധാ പാളികളല്ല, മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പാളികൾ. അതിനെയാണ് പെട്രോഗ്ലിഫ്സ് എന്ന് വിളിക്കുന്നത്. സോ ഗുഹകളിലെ പാറകളാണുള്ളത്. ആ പാറകളിൽ ചില കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അതിനാണ് കേവ് ആർട്ട് അല്ലെങ്കിൽ പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. എവിടെ? ഒന്ന് കൊല്ലം ജില്ലയിലെ തെന്മല, മറ്റൊന്ന് ട്രിവാൻഡ്രത്തെ ആങ്കോട് എന്ന് പറയുന്ന പ്രദേശം. ഓക്കെ, ഈ തെന്മലയ്ക്ക് തൊട്ടപ്പുറത്തുള്ള പ്രദേശം തന്നെയാണ് ആങ്കോട് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്താണ് എന്നുള്ളത്, ബോർഡറിംഗ് റീജിയനിലാണ് അതുള്ളത്. മറ്റൊന്ന് അഞ്ചുനാട് വാലി, അതായത് മറയൂർ, ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ ഏതാനും ചില പെട്രോഗ്ലിഫ്സ് ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അഞ്ചുനാട് വാലി. അപ്പൊ അഞ്ചുനാട് വാലി എവിടെയാണ് ഉള്ളത് എന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത്. സോ ഇടുക്കി ജില്ലയിലെ മറയൂരാണ്. അവിടെ നമുക്ക് മെസോലിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ചില കേവ് ആർട്ടുകൾ, പെട്രോഗ്ലിഫ്സ് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ സമയത്ത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ റോക്ക് ഷെൽട്ടേഴ്സ്. പ്രധാനപ്പെട്ട ഏതാനും ചില റോക്ക് ഷെൽട്ടേഴ്സ് ഉണ്ട്. അതിൽ 3 ഓൾറെഡി നമ്മൾ പറഞ്ഞു.
തെന്മല, അങ്കോട്, മറയൂർ. മറ്റൊന്നാണ് എടക്കൽ. ഇവിടെയൊക്കെയാണ് ഗുഹാവാസികളായിട്ടുണ്ടായ മനുഷ്യന്മാര് സെറ്റിൽ ചെയ്തിട്ടുണ്ടായ പ്രധാനപ്പെട്ട പ്രദേശം എന്നുള്ളത്. സോ കേരളത്തില് ഗുഹാവാസികളായിട്ടുണ്ടായിരുന്ന മനുഷ്യന്മാര് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഒന്ന് എടക്കൽ കേവ്സ്. എവിടെയാണുള്ളത്? വയനാട്. തെന്മല കൊല്ലം ജില്ലയിലെ. ആങ്കോട് കൊല്ലത്തിന്റെയും ട്രിവാൻഡ്രത്തിന്റെയും ബോർഡർ റീജിയൻ, ട്രിവാൻഡ്രം എന്ന് പറയാം. മറയൂർ ഇടുക്കി ജില്ലയിൽ. ഇവിടെയൊക്കെ നമുക്ക് കേരളത്തിലെ ആദ്യ കാലഘട്ടത്തിൽ റോക്ക് ഷെൽട്ടേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഗുഹാവാസികളായിട്ടുള്ള മനുഷ്യന്മാര്, നിങ്ങൾ എടക്കൽ കേവ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കുറെ പെട്രോഗ്ലിഫ്സ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും, കേവ് ആർട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ആരംഭിക്കുന്നത് ഈ ഒരു മിസോലിത്തിക് കാലഘട്ടത്തിലാണ്. സോ നോക്കിയാൽ പതിയെ മനുഷ്യൻ കുറെ റിലാക്സേഷൻ കൊണ്ടുവരുന്നു, കേവ് ആർട്ട് കൊണ്ടുവരുന്നു, അവരുടെ ടൂൾസിൽ കുറച്ച് അഡ്വാൻസ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മൈക്രോ ലിറ്റ്സ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് മിസോലിത്തിക്കിന്റെ ഏതാനും ചില ഫീച്ചേഴ്സ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ദിസ് ഈസ് മെസോലിത്തിക് എന്ന് പറയുന്നത്. മെസോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിയോലിത്തിക്കിൽ നിന്നുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണ് മെസോലിത്തിക് എന്ന് പറയുന്നത്. അവിടെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ അവൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ കേവ് ആർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ റോക്ക് ഷെൽട്ടേഴ്സ് ആയിട്ടുള്ള എടക്കല്, തെന്മല, ആങ്കോട്, മറയൂർ എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്. ഇനി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൈറ്റ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആങ്കോട് എന്ന് പറയുന്ന പ്രദേശം നോക്കി, ഇവിടെ പാറകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാണ്ഡവൻ പാറ എന്നുള്ളത്. സോ ലോക്കൽ നെയിമില് പാണ്ഡവൻ പാറ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അഞ്ചുനാട് വാല്യൂ, നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിലെ ഈ മാപ്പ് ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. ഇടുക്കി ജില്ലയിലെ മറയൂരിലെ അഞ്ചുനാട് വാല്യൂ എന്നുള്ളത്. ഇനി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ദാറ്റ് ഈസ് അഗ്രികൾച്ചറിന്റെ ബിഗിനിങ്, കൃഷിയുടെ ആരംഭം എന്നുള്ളത്. ദാറ്റ് വി ക്യാൻ സീ ത്രൂ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. And these are the 4 important features of Neolithic age. നിയോലിത്തിക് കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, നിയോലിത്തിക് കാലഘട്ടം അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറിന്റെ കൂടെ സെറ്റിൽഡ് ലൈഫ്. തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്ന മനുഷ്യൻ, മീൻസ് നൊമാഡിക് ആയിട്ടുണ്ടായിരുന്ന മനുഷ്യൻ അതേ നിന്നുണ്ട് സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുന്നുണ്ട്, കൃഷി ആരംഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി റിവർ വാലീസില്, പുഴകളുടെ അടുത്തുള്ള പ്രദേശങ്ങൾ. കാരണം എന്താ? അലൂവിയൽ സോയിലായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവും അല്ലെ. വളരെ ഫലപുഷ്ടമാക്കപ്പെട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ കൃഷി പെട്ടെന്ന് വളരും. അങ്ങനെ അവൻ കൃഷി ആരംഭിച്ചു. കൃഷിയോട് കൂടെ സെറ്റിൽഡ് ലൈഫും അവൻ ആരംഭിക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയൊക്കെ ആരംഭിച്ചപ്പോൾ ഒരുപാട് റിസോഴ്സ് അവനുണ്ട്. അവന് കൃഷിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ് ഉണ്ട്. മറ്റ് അവന്റെ ഹണ്ടിങ് കാര്യങ്ങളൊന്നും നിർത്തുന്നില്ല. ആ ഹണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം. അതിനുവേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യാണ്? പോട്ടറി ഉണ്ടാക്കുകയാണ്. പോട്ടറി ആദ്യ കാലത്ത് മനുഷ്യൻ ഉണ്ടാക്കിയത് കൈകൊണ്ടാണ്. അതായത് കുറച്ച് ചളി എടുത്തിട്ട് ചളി പുരട്ടിയിട്ട് അവൻ പാത്രം രൂപത്തിൽ ഉണ്ടാക്കും, വെയിലത്ത് ഉണക്കാൻ നോക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പോട്ടറിയാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? മനുഷ്യൻ കാലക്രമേണ വീല് കണ്ടെത്തി, ചക്രം കറക്കിക്കൊണ്ടുള്ള പോട്ടറി അവൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോട്ടറിയിലോട്ട് മനുഷ്യൻ എത്തി തുടങ്ങുന്നത്. ഓക്കെ, ഓൾസോ വാട്ട് വി കൻ സി പോളിഷ്ഡ് ടൂൾസ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മനുഷ്യ ജീവിതം ടൂൾസ് ബേസ്ഡ് ആയിട്ടായിരുന്നു. കല്ല് ഉപയോഗിച്ചു, വലിയ കല്ലുകൾ, അതിൽ നിന്നും അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ട് മൈക്രോലിറ്റ്സ്, ചെറിയ കല്ലുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ നിയോലിത്തിക് കാലഘട്ടം ആകുമ്പോഴേക്കും മനുഷ്യൻ ചെയ്തു ടൂൾസിൽ വളരെയധികം ഇൻവെൻഷൻ കൊണ്ടുവരികയും ടൂൾസ് എല്ലാം വളരെ പോളിഷ്ഡ്, ഷാർപ്പനാക്കി മാറ്റുകയും ചെയ്തു. എങ്കിൽ മാത്രമല്ല ലാൻഡ്, ഭൂമി ഉഴുതു മറിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ, കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ എല്ലാ പോയിന്റുകളും കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. സോ നിയോലിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: മനുഷ്യൻ അഗ്രികൾച്ചർ, സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുന്നു, പോട്ടറി എന്ന് പറയുന്ന ഒരു കൾച്ചർ ആരംഭിക്കുന്നുണ്ട്, മീൻസ് പാത്ര നിർമ്മാണം, ദെൻ പോളിഷ്ഡ് ടൂൾസ്, വീൽസ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വീൽസ് പോട്ടറിക്ക് മാത്രമല്ല, അവന് ഒരു റിവർ വാലി ഉണ്ട്. ആ റിവർ വാലിയുടെ അടുത്ത് കുറച്ച് 10-20 ആൾക്കാർ സെറ്റിൽ ചെയ്യുന്നുണ്ട് വിചാരിക്കാം. തൊട്ടപ്പുറത്ത് റിവർ വാലിയുടെ കുറച്ച് അപ്പുറത്തെ ഭാഗത്തോട്ട് എന്തുന്നുണ്ട്, വേറെ കുറച്ച് ആൾക്കാർ കമ്മ്യൂണിറ്റി താമസിക്കുന്നുണ്ട്. അപ്പൊ റിവർ വാലീസിൽ പല സ്ഥലങ്ങളിൽ പല കമ്മ്യൂണിറ്റീസ് താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രദേശത്തിൽ നിന്ന് ആ പ്രദേശത്തിലോട്ട് ഇവരുടെ സാധനങ്ങൾ കൊണ്ടുപോകണി ആദ്യം ഇവര് ചുമന്നിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. ഇവര് വീല് കണ്ടെത്തിയതിനു ശേഷം അവരെന്ത് ചെയ്തു, വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള വണ്ടികൾ അതുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ കാലക്രമേണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
പക്ഷെ അതിനൊക്കെ തുടക്കം വരുന്നത് ഇവിടെ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ വലിയ റവല്യൂഷൻ, വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടമാണ്. ഓക്കെ, there we can see agriculture, settled life, pottery, പാത്ര നിർമ്മാണം, പോളിഷ്ഡ് ടൂൾസ്, വീൽസ്, ചക്രം, ഈ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വന്നിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി കേരളത്തിൽ നിന്നും നമുക്ക് ആദ്യമായിക്കൊണ്ട് ഒരു നിയോലിത്തിക് ടൂൾ കിട്ടുന്നത് ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലാണ്. അതായത് 1800കളുടെ സമയത്ത് 1891 കാനായക്കോട് ഹില്ല്, കോഴിക്കോട് ജില്ലയിലെ ഒരു മലയാണ് കാനായക്കോട് ഹില്ല് എന്ന് പറയുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് ആദ്യമായിക്കൊണ്ടുള്ള ഒരു നിയോലിത്തിക് ആക്സ്, നിയോലിത്തിക് കാലഘട്ടത്തിൽ കണ്ടുകെട്ടിയിട്ടുള്ള ഒരു ആക്സ് മഴു, ഒരു ആക്സ് നമുക്ക് ലഭിക്കുന്നത്. ഫിലിപ്പ് ലേക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനത്തെ ഒരു നിയോലിത്തിക് ആക്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഫിലിപ്പ് ലേക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ സഹായത്തോടു കൂടെ കോഴിക്കോട് ജില്ലയിലെ കാനായക്കോട് ഹില്ലിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഒരു നിയോലിത്തിക് ആക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ നിയോലിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദ്യത്തെ എവിഡൻസ് നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ സ്റ്റഡീസ് ഒന്നും അതിനുശേഷം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പഠനങ്ങളെല്ലാം മുടങ്ങിപ്പോയത്. പിന്നീട് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം നമ്മുടെ ഹിസ്റ്റോറിക്കൽ റിസർച്ചും ആർക്കിയോളജിസ്റ്റ് ആണ് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത്. എന്നിരുന്നാലും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഫിലിപ്പ് ലേക്കിന്റെ സഹായത്തോടു കൂടെ നോർത്തേൺ പാർട്ട് ഓഫ് കേരളയിൽ നിന്നും, ദാറ്റ് ഈസ് കാനായക്കോട് ഹിൽസിൽ നിന്നും ആദ്യത്തെ ഒരു നിയോലിത്തിക് കാലഘട്ടത്തിലെ ആക്സ് നമുക്ക് ലഭിക്കുന്നത്. എന്തിനാണ് മഴു? രണ്ട് കാര്യങ്ങൾക്ക്. ഒന്ന് മരം വെട്ടാനും മറ്റൊന്ന് മൃഗങ്ങളെ വേട്ടയാടാനും, രണ്ടിനും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിയോലിത്തിക് സെൽറ്റ് എന്ന് പറഞ്ഞാൽ കല്ലുകളാണ്. സോ നിയോലിത്തിക് കാലഘട്ടത്തിലെ കല്ലുകൾ നമുക്ക് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വയനാട്, കൽപ്പറ്റ, പുൽപ്പള്ളി റീജിയൻ, വയനാടിന്റെ റീജിയൻ. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത്ര സ്ഥലങ്ങളും കാര്യങ്ങളും നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണ്ട. പക്ഷെ ഇതെല്ലാം നിയോലിത്തിക് സൈറ്റുകളാണ് എന്ന് മനസ്സിലാക്കുക. വയനാടിലെ കൽപ്പറ്റ, പുൽപ്പള്ളി റീജിയന്, ആലുവ നദിയുടെ പെരിയാർ നദിയുടെ അടുത്തുള്ള ആലുവ, കൊല്ലത്തെ മൺട്രോത്തുരുത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം. ഓക്കെ, അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കരിങ്കുംപ്രയ. ഇവിടൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നിയോലിത്തിക് കാലഘട്ടത്തിലെ കല്ലുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി റിഗാർഡിംഗ് ദിസ് മൺട്രോത്തുരുത്ത്, നമ്മൾ ഓൾറെഡി പി രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യത്തെ പാലിയോലിത്തിക് ടൂള് പാലക്കാട് ജില്ലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന പി രാജേന്ദ്രൻ. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരത്തിൽ നിന്നും ആദ്യമായിക്കൊണ്ട് ഒരു നിയോലിത്തിക് ടൂള് കണ്ടെത്തുന്നത്. അതായത് മൺട്രോത്തുരത്ത് എന്താണ്? കൊല്ലം ജില്ലയിലാണ്. ദാറ്റ് ഈസ് സദേൺ പാർട്ട് ഓഫ് കേരള, കേരളത്തിന്റെ സൗത്തിലാണ്. അപ്പൊ സൗത്തില് ഒരു നിയോലിത്തിക് ടൂൾ ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ മൺട്രോത്തുരത്തിൽ നിന്നാണ്. അത് സഹായിക്കുന്ന ആരാണ്? പി രാജേന്ദ്രൻ തന്നെയാണ്. ആദ്യത്തെ പാലിയോലിത്തിക് ടൂൾ എവിടുന്നാണ്? പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അതിന് സഹായിക്കുന്ന ആരാണ്? പി രാജേന്ദ്രൻ തന്നെയാണ്. ഓക്കെ, സോ ഏതാനും ചില ആൾക്കാരുടെ വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ ആണ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് സെൽറ്റുകൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഉരുളം കല്ല്, റിവർ വാലീസ് എന്നെല്ലാം നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട കല്ലുകളാണെന്ത് സെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഉരുളം കല്ലുകളാണ് സെൽറ്റുകൾ എന്ന് മനസ്സിലാക്കുക. അതുപോലെ നീസ് ജി സൈലന്റ് ആണ്, നീസ് എന്ന് പറയുന്ന നമ്മുടെ വെള്ളാരം കല്ല് പോലെ ടൈപ്പുള്ള കല്ലുകൾ. ഇതൊക്കെ നിയോലിത്തിക് കാലഘട്ടത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കല്ലുകളാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ദീസ് ആർ സർട്ടൻ ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഓർ കല്ലുകൾ യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് നിയോലിത്തിക് ഏജ്, ദാറ്റ് ഈസ് സെൽറ്റ് ആൻഡ് നീസ്. ഇനി നിയോലിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു സൈറ്റ്, അതിന്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ് ആണ്. പക്ഷെ ഇപ്പൊ ചില ഡിസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം അതിന് സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ലൈക്ക് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ടൂറിസ്റ്റ് ഒരുപാട് വന്നിട്ട് അവരുടെ ഡിസ്ട്രക്ഷൻ കാര്യങ്ങള്. സോ അങ്ങനെ ഡിസ്ട്രക്ഷന്റെ ഒരു വൾനറബിലിറ്റി ഉള്ള റീജിയൻ കൂടിയാണ് ഇപ്പൊ ഏത് ഈ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതാണ് ഈ ടൂറിസ്റ്റ് ലൊക്കേഷൻ? നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണുന്ന എന്താണ്? മറ്റേതുമല്ല,
നമ്മുടെ എടക്കൽ കേവ്സ് ആണ്. എടക്കൽ കേവ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 2 ഹിൽസ് ഉണ്ട്, 2 ഗുഹകളുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട. ഓക്കെ, ഇവിടെ 2 ഗുഹകളുണ്ടെന്ന് മനസ്സിലാക്കുക. എവിടെയാണ് എടക്കൽ കേവ്സ് ഉള്ളത്? വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് നമുക്ക് ഈ എടക്കൽ കേവ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഫേമസ് ഫോർ റോക്ക് എൻഗ്രേവിങ്സ്. നമ്മൾ പറഞ്ഞു മിസോലിത്തിക് കാലഘട്ടം മുതൽക്ക് തന്നെ എടക്കൽ കേവ്സിലുള്ള ഒരു സെറ്റിൽമെന്റിനെ കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അടുത്തൊരു ഫേസ് ആയിട്ടുള്ള നിയോലിത്തിക് കാലഘട്ടത്തിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് നിയോലിത്തിക് കാലഘട്ടത്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റ് ആണ് എടക്കൽ കേവ്സ് എന്ന് പറയുന്നത്. അവിടെ മനുഷ്യർ എന്തിട്ടുണ്ടായിരുന്നു? ഗുഹകളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നിയോലിത്തിക് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കൃഷി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ കൃഷിയാണ് പിൽക്കാലഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ ഫോർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നിയോലിത്തിക്കിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒന്നല്ല, മറിച്ച് നിയോലിത്തിക്കിലെ അഗ്രികൾച്ചറിന് ശേഷം പതിയെ നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് സംഘം കാലഘട്ടത്തിലാണ് എന്നുള്ളൂ. ഓക്കെ, സോ നിയോലിത്തിക് കാലഘട്ടത്തിൽ എഴുത്ത് വേണം എന്ന് നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് നിയോലിത്തിക് കാലഘട്ടത്തിലെ കണ്ടീഷൻസ് ആണ് പിൽക്കാലഘട്ടത്തിൽ എഴുത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ആർട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടായ നിയോലിത്തിക് കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സൈറ്റ് ആണ് എടക്കൽ കേവ്സ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ എടക്കൽ കേവ്സ് നമ്മൾ പറഞ്ഞു ഒരുപാട് എൻഗ്രേവിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെ? കൊത്തിവെക്കപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. ദാറ്റ് ഈസ് വേർ വി ക്യാൻ സീ ദ കാർവിംഗ്സ് ഓഫ് ഹ്യൂമൻ ആൻഡ് ക്രീച്ചർ ഫിഗേഴ്സ്. അതായത് ഈ ഗുഹകളിൽ ചില ചിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ചില മനുഷ്യ രൂപങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ഒരു അമ്പ് ഉണ്ടാവും, അവർ മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്ന കാണാൻ വേണ്ടി സാധിക്കും. സോ മൃഗങ്ങള്, സൂര്യൻ, മനുഷ്യർ, ഇങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, മറ്റൊരു കാര്യം, നിയോലിത്തിക് കേവിൽ നിന്നും നമുക്ക് ഏതാനും ചില ഇൻസ്ക്രിപ്ഷൻസ്, സ്ക്രിപ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. 429 സൈനുകൾ, അടയാളങ്ങൾ, അതായത് ഒരു ഭാഷാ രീതി, അതായത് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് എന്ന രീതിയിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഈ നിയോലിത്തിക് സൈറ്റിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി തമിഴ് ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇത് ഈ നിയോലിത്തിക് കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടതാകാനുള്ള സാധ്യത കുറവാണ്. പിൽക്കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടാകും. സോ അവരാകാം, അല്ലെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരാകാം അങ്ങനെ എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. സിംപ്ലി ഐ എം സെയിങ് ദാറ്റ് നിയോലിത്തിക് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സൈറ്റ് ആയിട്ടുള്ള എടക്കൽ കേവ്സ്, അവിടെ റോക്ക് എൻഗ്രേവിങ്സ് എന്ന് പറയുന്നത്, പാറകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പെട്രോഗ്ലിഫ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് ഇവർ കാണുന്നത്. 2 കേവുകളാണ് ഉള്ളത്. അവിടെ മനുഷ്യന്റെയും മറ്റു മൃഗങ്ങളുടെയും അതുപോലെ മറ്റു പ്ലാന്റ്സ്, സൂര്യൻ, ഇങ്ങനത്തെ മറ്റു ഫിനോമിനാസിന്റെ ഏതാനും ചില ക്രീച്ചേഴ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓൾസോ ഇവിടെ നമുക്ക് 429 സൈനുകൾ, അടയാളങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദാറ്റ് ബിലോങ്സ് ടു തമിഴ് ആൻഡ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഇത് പിൽക്കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ് തമിഴ് ബ്രഹ്മി എന്നുള്ളത്. സോ അത് ഇവിടെ പിൽക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെ എഴുതിയതാകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ആൻഡ് ദിസ് സൈറ്റ് എടക്കൽ കേവ്സ് എന്ന് പറയുന്ന ഈ എടക്കൽ കേവ്സ് ആദ്യമായിക്കൊണ്ട് ഡിസ്കവർ ചെയ്യുന്നത് ഫ്രെഡ് ഫൗസെറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലാണ്. ഫ്രെഡ് ഫൗസെറ്റ് എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് ഒഫീഷ്യലും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ഏതാനും ചില കമാൻഡേഴ്സും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ വയനാട് ഹിൽസിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രത്യേക മല കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു അട്രാക്ഷൻ വരുന്നു. ഇദ്ദേഹം പിന്നീട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് എഴുത്തും അല്ലെങ്കിൽ എഴുത്തുകുത്തുകളും ദെൻ ചിത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ കുറെ ആൾക്കാർ മുമ്പ് താമസിച്ചിട്ടുണ്ടാകാം എന്നുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ പഠനം ആരംഭിക്കുന്നത്. സിംപ്ലി ഐ എം സെയിങ് ദാറ്റ് ഫ്രെഡ് ഫൗസെറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യലാണ് ഈ സൈറ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സോ നിയോലിത്തിക് ഫേസിൽ അഗ്രികൾച്ചർ ആണ് ബേസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. എഴുത്ത് പിൽക്കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ തുടക്കം ഈ അഗ്രികൾച്ചറിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാതെ നിയോലിത്തിക് ഫേസിൽ തന്നെ എഴുത്ത് വരണം എന്ന് നിർബന്ധമില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി മനസ്സിലാക്കും. നെക്സ്റ്റ് ഈസ് കാൽക്കോലിത്തിക് ഫേസ്. അപ്പൊ മനുഷ്യൻ ഇത് കൃഷി ചെയ്തു, കൃഷിയിൽ നിന്ന് അവന് ഒരുപാട് സമയം കിട്ടി. അപ്പൊ മറ്റു ചില ആക്ടിവിറ്റീസിലോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു, ചില മെറ്റൽസ് കണ്ടെത്താൻ വേണ്ടി തുടങ്ങാണ്. അതായത് മെറ്റൽസ് എക്സ്ട്രാക്ഷൻ കാര്യങ്ങളിലോട്ട് മനുഷ്യൻ പോകുന്നു. ഇവിടെ ഈ പിക്ചർ നോക്കിയേ, മനുഷ്യൻ കൂടുതൽ സെറ്റിൽഡ് ലൈഫായി, പല ആൾക്കാരും പല ജോബുകളിലോട്ട് ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഐരി എന്ന് പറയുന്ന ഈ ഓറിൽ നിന്നും എന്ത് ചെയ്യണം, മനുഷ്യൻ പതിയെ മെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങാണ്. അങ്ങനെ ഈ ചൂടാക്കിയിട്ട് മറ്റൊക്കെയായിട്ട് അവൻ പതിയെ മെറ്റൽ ടൂൾസ് ആരംഭിക്കുന്നുണ്ട്. കല്ലിന്റെ കൂടെ തന്നെ, കല്ല് അവസാനിപ്പിക്കുന്നില്ല, കല്ലിന്റെ കൂടെ തന്നെ അവൻ മെറ്റൽ ടൂൾസ് ആരംഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണത് കാൽക്കോലിത്തിക് എന്ന് പറയുന്ന കോപ്പർ ടൂൾസ്.
ഓക്കെ, ഇത് കേരളത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ള ടൂൾസ് അല്ല, മറിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റിക് എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു പിക്ചറാണ് കേട്ടോ, കാൽക്കുലേറ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെറ്റൽ ഏജ് ആണ് അല്ലെ. അതായത് കോപ്പർ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് കാൽക്കുലേറ്റിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിയോലിത്തിക് പീരീഡിന് ശേഷമാണ് വരുന്നത്. ഈ കാൽക്കുലേറ്റിക്കിലെ ഒരു ഡെവലപ്ഡ് സ്റ്റേജ് ആണ് ബ്രോൺസ് ഏജ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രോൺസ് ഏജ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ഓർ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ആ സമയത്ത് അവർ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ബ്രോൺസ് കൊണ്ടുള്ള ടൂൾസ് ആണ്, ബ്രോൺസ് വെങ്കലം കൊണ്ടുള്ള ടൂൾസ് ആണ്. സോ കോപ്പറിൽ നിന്നാണ് ബ്രോൺസ് ഉണ്ടാകുന്നത്. സോ ബ്രോൺസിന്റെയും നിയോലിത്തിക്കിന്റെയും ഇടയിലുള്ള ഒരു ഫേസ് ആണ് എന്ത്? കാൽക്കുലേറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ, കാൽക്കുലേറ്റിക് പീരീഡ് എന്നുള്ളത് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെറ്റൽ ഏജ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ. മനുഷ്യ ജീവിതത്തിലെ ആദ്യത്തെ മെറ്റൽ ഏജ് കൂടിയാണ് ഇതുള്ളത്. കേരളത്തിൽ 2000 മുതൽ 700 BC വരെയുള്ള സമയങ്ങളിൽ ഈ കോപ്പർ ഉപയോഗിച്ചതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു പ്രദേശത്തും നമുക്ക് കോപ്പർ ഫേസ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. അതായത് കേരളത്തിൽ ഒരു കോപ്പർ ഫേസ് പെർട്ടിക്കുലർലി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. മറിച്ച് കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എസ്പെഷ്യലി കൊല്ലം ജില്ലയിലെ പുരയിടം എന്ന് പറയുന്ന പ്രദേശത്ത് ആ കാലഘട്ടത്തിൽ അവിടെ ഏതാനും ചില കോപ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കോപ്പറുകൾ പഴയകാല കോപ്പറാണ്, അതായത് തുടക്കത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കോപ്പറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നിയോലിത്തിക് ഫേസ്, പാലിയോലിത്തിക് ഫേസ് എന്ന് പറഞ്ഞതുപോലെ ഒരു കാൽക്കുലേറ്റിക് ഫേസ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു എവിഡൻസും കാര്യങ്ങളൊന്നും നമുക്ക് കേരളത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് കാൽക്കുലേറ്റിക്. കാൽക്കുലേറ്റിക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മെറ്റൽ ഏജ് ആണ്. മനുഷ്യൻ ആദ്യമായി കൊണ്ട് ഉപയോഗിക്കുന്ന മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്. അത് നിയോലിത്തിക് ഏജിന് ശേഷമാണ് വരുന്നത്. അപ്പൊ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അതിന്റെ ഡെവലപ്മെന്റ് ആണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കേരളത്തിൽ ഒരു കോപ്പർ ഫേസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റിക് ഏജിന്റെ ഫേസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി ഇല്ല. ഏതാനും ചില എവിഡൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ലൈക്ക് പുരയിടം ഇൻ കൊല്ലം ജില്ലയിലെ പുരയിടം തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രം. ഓക്കെ, ദെൻ കംസ് ദി ലാസ്റ്റ് ടോപ്പിക്, മെഗാലിത്തിക് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഗാലിത്തിക്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അപ്പൊ കൃഷിയിൽ നിന്ന് മനുഷ്യൻ ആരംഭിച്ചു. മനുഷ്യന്റെ പല ആൾക്കാരും മരിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് മനുഷ്യരാണ്, ജീവിക്കും മരിക്കും. അപ്പോൾ പല സമയത്തും ആൾക്കാരെ മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു പതിവാണ് ആ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് മാറിക്കൊണ്ട് മരിച്ച മനുഷ്യന് ഒരു അടയാളം എന്ന രീതിയിൽ ഏതാനും ചില വസ്തുക്കൾ കൂടെ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നോക്കി, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു വലിയൊരു മരത്തിന്റെ താഴെ ഏതാനും ചില ഇങ്ങനെ കല്ലുകൾ ഉണ്ട് അല്ലെ. ഒരു കുട പോലെയുള്ള ഏതാനും ചില കല്ലുകൾ, ഒരു മൗണ്ടിന് മുകളിൽ കുട പോലെയുള്ള ഒരു അപ്പർ സ്ട്രക്ചർ ഉണ്ട്. ഇത് കാണിക്കുന്നത് അതിന്റെ അകത്ത് മനുഷ്യന്റെ ശവമുണ്ട് എന്നുള്ളതാണ്. സോ മനുഷ്യന്റെ ശവ സംസ്കാരം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് മെഗാലിത്തിക് എന്ന് പറയുന്നത്. അതായത് കേരളത്തിന്റെ പല ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള മറ്റു ചില മെഗാലിത്തിക് മോണ്യുമെന്റ്സ്, മെഗാലിത്തിക്കിന്റെ ടൂൾസ് അല്ലെങ്കിൽ മെഗാലിത്തിക്കിന്റെ ഐക്കൺസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് മനുഷ്യന്റെ ശരീരപ്പല്ലേ അതൊക്കെ ധ്രുവീകരിച്ച് പോയിട്ടുണ്ട്. മറിച്ച് അവൻ ഉപയോഗിച്ചിരുന്ന മറ്റു ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഏതെങ്കിലും സ്ഥലം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ചില പാടങ്ങളിലൊക്കെ സ്പെഷ്യൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചില പറമ്പുകളിൽ, ചില മലയുടെ പ്രദേശങ്ങളിലെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയൊക്കെ പണ്ട് മനുഷ്യനെ ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റീജിയൻസ് ആണ്. സോ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ദ മെഗാലിത്തിക് കൾച്ചർ ഓഫ് മാൻ. അതായത് ഈ നിയോലിത്തിക് സെറ്റിൽമെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം. നിയോലിത്തിക് സെറ്റിൽമെന്റിൽ നിന്നൊക്കെ പോന്നിട്ട് മനുഷ്യൻ മെറ്റൽ ഉപയോഗിക്കുന്നു. മെറ്റലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവൻ ഇരുമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെഗാലിത്തിക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേരളത്തിലെ അയൺ ഏജ് എന്നുള്ളത്. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അയൺ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് ഈ മെഗാലിത്തിക് കൾച്ചർ. ഓക്കെ, സോ ഇരുമ്പ് എന്ന് പറയുന്ന വലിയൊരു മെറ്റൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അവൻ ഇരുമ്പ് ഉപയോഗിച്ചോ ഇല്ല എന്നല്ല, മറിച്ച് അവന്റെ ശവസംസ്കാര രീതിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, മനുഷ്യൻ അപ്പൊ ശവസംസ്കാരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇന്നും നമുക്ക് പോയാൽ കാണാൻ പറ്റില്ലേ മുസ്ലിങ്ങളുടെ ഖബർ, ക്രിസ്ത്യൻസിന്റെ ചർച്ചിൽ കാണുന്ന അവരുടെ ശവസംസ്കാരം, അതിലൊക്കെ എന്തുണ്ട്? ഓരോ സിമ്പിൾസ് ഉണ്ട് അല്ലെ. ഓക്കെ,
അതിന്റെയൊക്കെ തുടക്കം രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാൻ വേണ്ടി സാധിക്കും. മെഗാലിത്തിക് കൾച്ചർ, അവിടെ ശവസംസ്കാര രീതി, ദാറ്റ് ഈസ് ദ ബറിയൽ മോണിമെന്റ്സ് ആണ്. ആ ബറിയൽ മോണിമെന്റ്സിന് വേണ്ടി ഇവർ വലിയ വലിയ കല്ലുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ വലിയ വലിയ കല്ലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനെ മെഗാലിത്തിക് എന്ന് പറയുന്ന ഒരു പേരാണ് വിളിക്കുന്നത്. സോ മനുഷ്യനെ ശവസംസ്കാരം ചെയ്യുന്നുണ്ട്, അവനെ മറവ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന് മനുഷ്യനെ മുഴുവനായിക്കൊണ്ട് ചിലപ്പോൾ മറവ് ചെയ്യും, അതായത് ബോഡി അടക്കം. ഇനി മനുഷ്യന്റെ എല്ലുകൾ മാത്രം. അതുപോലെ അവന് ഉപയോഗിച്ചിരുന്ന ഏതായാലും ചില പേഴ്സണൽ യൂട്ടൻസിൽസ് ഉണ്ടാവും, അവന്റെ പാത്രങ്ങൾ. ഓക്കെ, ചിലപ്പോ വല്ല വീട്ടമ്മയ്ക്കാണ് മരിക്കുന്നതെങ്കിൽ വീട്ടമ്മയുടെ ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ശവസംസ്കാരം ഒപ്പം കൂടെ വെക്കും. ഓൾസോ അയൺ ടൂൾസ്, അവർ ഉപയോഗിച്ചിരുന്ന ഏതായാലും ചില ടൂൾസ്, അതായത് അവരുടെ ഓർമ്മക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ കൊടുത്തയക്കും. കാരണം ഇത് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്, ഇത് കാണിക്കുന്ന മറ്റൊരു പോയിന്റ്, ഇവര് ഇപ്പൊ ഇവിടെ മരിച്ചു കഴിഞ്ഞല്ലോ, ഈ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ മറ്റൊരു ജീവിതം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ടൂൾസ് അവരുടെ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന അർത്ഥത്തിൽ അങ്ങനെയും ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീച്ചറിനെ. അതായത് മനുഷ്യൻ സാധാരണ രീതിയിൽ ഇപ്പൊ എന്താണ്, മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ശരീരം മാത്രമാണ് കൊണ്ടുപോകുന്നത്, ബാക്കിയുള്ള അവൻ ഉപയോഗിച്ചിരുന്ന അവന്റെ മൊബൈൽ ഫോണ്, അവന്റെ ജ്വല്ലറി, അവന്റെ ലാപ്ടോപ്പ്, എവറിഥിങ്, അവന്റെ കാറ്, ബൈക്ക് ഒക്കെ എന്താണ് ഇവിടെ ഇട്ടിട്ടാ പോകുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവന്റെ പ്രധാനപ്പെട്ട യൂട്ടൻസിൽസ്, അവന്റെ ടൂൾസും കാര്യങ്ങളും, അവന്റെ ചീർപ്പാണ് ഈ ചീർപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവന്റെ കൂടെ ശവസംസ്കാരത്തിന്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കാണിക്കുന്നത്, അവർ വിശ്വസിക്കുന്ന എന്താണ്, ഈ മരണത്തിന് ശേഷം there is a life after this death എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, മെഗാലിത്തിക് കൾച്ചറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ കാണുന്ന ഏതാനും ചില മെഗാലിത്തിക് മോണിമെന്റ്സ്, നമ്മൾ പറഞ്ഞു കല്ലുകളാണെന്നുള്ളത്. കല്ലുകൾ മാത്രമായിരുന്നില്ല, മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ട്, നമുക്ക് അതിന് പറയാം. സോ അതിന് ടേംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോൾമെൻ സിസ്റ്റ്, ഡോൾമെനോഡ് സിസ്റ്റ്. സിസ്റ്റ് ആണ് പറയുന്നത്, എന്താണ് കാണിച്ചു തരാം. റോക്ക് കട്ട് കേവ്സ്. എന്താണ് റോക്ക് കട്ട് കേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാറ തുറന്നിട്ടുള്ള ശവസംസ്കാര രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പാറ കീറിയിട്ട് അതിലോട്ട് ശവത്തെ വെക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അംബ്രല്ല സ്റ്റോൺസ്, അംബ്രല്ല എന്താണ്? കുടക്കല്ല് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ. ഹാറ്റ് സ്റ്റോൺസും സിമിലർലി അങ്ങനെ തന്നെയാണ്. ഏൺസ് ആൻഡ് മെൻഹിയർസ് എന്ന് പറഞ്ഞു കാണിച്ചു തരാം. നമ്മുടെ നന്നങ്ങാടിയും കാര്യങ്ങളൊക്കെ അല്ലേ, കുടുക്ക, വലിയ കലം എന്ന് പറയുന്ന നന്നങ്ങാടി. സോ അതാണ്. സോ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഡോൾമൻ സിസ്റ്റ് ഓർ ഡോൾമനോയിഡ് സിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് മുനിയറ, മുനിമാരുടെ അറ. നിങ്ങൾ ഇടുക്കൽ ജില്ലയിൽ ഇത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇൻ ആനക്കോട്ട് പാറ പാർക്ക് എന്നുള്ളത്. സോ ഇടുക്കി ജില്ലയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഒരു മോണുമെന്റ് ആണെന്ത്? മുനിയറ എന്നുള്ളത്. പേര് പറയുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ചില മുനിമാര്, എല്ലാവരും കൃഷി ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത കാലഘട്ടമാണ്. കാരണം അത്രയും ഫുഡ് അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ കുറെ ആൾക്കാർ എന്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറെ മുനിമാര് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുനിമാര് തപസ്സിരുന്നു. അപ്പൊ തപസ്സിരുന്നുകൊണ്ട് അവര് ഇരുന്ന് അവര് മരിക്കുന്ന സ്ഥലമാണെന്ത്? ഈ മുനിയറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ ആ ഒരു അറനകത്ത് അവരുടെ ശവം അടക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്, പിക്ചറിൽ കാണുന്നത് പോലെ. ഓക്കെ, അങ്ങനത്തെ സ്ഥലങ്ങൾ മുനിയറ എന്നാണ് വിളിക്കുന്നത്. മറ്റൊന്ന് നന്നങ്ങാടി. ഈ പിക്ചർ നിങ്ങൾക്ക് അറിയാം, നന്നങ്ങാടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. വലിയ വലിയ പാത്രങ്ങളാണ്. കേരളത്തിൽ ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പലപ്പോഴും. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാമിന്റെ വെള്ളം കുറഞ്ഞ സമയത്ത് അവിടെ നിന്ന് ചില നന്നങ്ങാടികൾ കണ്ടുകിട്ടിയതായിട്ട് കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. സിംപ്ലി ഐ എം സെയിങ് ദാറ്റ് നന്നങ്ങാടികൾ ഇന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളും കണ്ടുകിട്ടുന്നുണ്ട്. വലിയ നന്നങ്ങാടികളുണ്ട്, ചെറിയ നന്നങ്ങാടികളുണ്ട്. വലിയ നന്നങ്ങാടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരാളുടെ ശവം ഒന്നടങ്കം കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യൂട്ടൻസിൽസ് അത്രമാത്രം ഉണ്ടായിരുന്നുണ്ട്. അവൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അവന്റെ അയൺ ടൂൾസ്, ആ കാലഘട്ടത്തിൽ അവൻ ഉപയോഗിച്ചിരുന്ന ഏതാനും ചില മറ്റു ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഗോൾഡ് ആകാം, മറ്റു മെറ്റൽസ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പല നന്നങ്ങാടികൾ തുറക്കുമ്പോഴും ഗോൾഡ് കിട്ടുന്നത് എന്ന് പറയുന്നത്. സോ നന്നങ്ങാടി വിളിക്കുന്ന മറ്റൊരു പേരാണ് മുതുമക്കത്താഴി എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നന്നങ്ങാടി അല്ലെങ്കിൽ മുതുമക്കത്താഴി. ഓക്കെ, മണ്ണിനിടയിൽ കുഴിച്ചിട്ടാണ് പതിവ്. ഓക്കെ, നന്നങ്ങാടി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ചിത്രം. ഓക്കെ, സോറി, ദാറ്റ് ഈസ് കുടക്കല്ല് എന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുടക്കല്ല്, അംബ്രല്ല സ്റ്റോൺ എന്നുള്ളത്. മറ്റൊന്ന് ഇവിടെ നോക്കിയ ഒരു വലിയൊരു പാറ, കുത്തനെ നിൽക്കുന്ന ഒരു ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ ഉണ്ട് അല്ലെ, ഇതിനെ വിളിക്കുന്ന പേരാണ് മെൻഹിർസ് എന്ന് പറഞ്ഞാൽ കുത്തനെ നിൽക്കുന്ന കല്ലാണ് എന്ന് മനസ്സിലാക്കുക.
അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നടുക്കല്ല്, നാട്ടുകല്ല്, അല്ലെങ്കിൽ വീരക്കല്ല്, അല്ലെങ്കിൽ പുലച്ചിക്കല്ല്. ഈ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ മറ്റു പേരുകൾ പഠിച്ചു വെക്കുക. കാരണം തമിഴ്നാട്ടിലും ഈ കൾച്ചറുകൾ കൊണ്ട് അവരുടെ പേരാണ് പുലച്ചിക്കല്ല് എന്നൊക്കെ ഉള്ളത്. സോ പുലച്ചിക്കല്ല്, വീരക്കല്ല്, നടുക്കല്ല് തുടങ്ങിയവയെ വിളിക്കുന്ന പേരാണെന്ത്? മെൻഹിർസ് എന്നുള്ളത്. എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ഞാൻ പറയാം. ഓക്കെ, സോ അതിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുനിയറ അല്ലെങ്കിൽ മുനിമട എന്ന് പറയുന്നത്. ഇത് കേരളത്തിന്റെ പല പ്രദേശത്തും നമുക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇടുക്കി ജില്ലയിലെ ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇതിനെ നമ്മളെ സഹായിക്കുന്ന ആള് ഡോക്ടർ എസ് പത്മനാഭൻ തമ്പിയാണ്. അപ്പൊ ഡോക്ടർ എസ് പത്മനാഭൻ തമ്പി അദ്ദേഹത്തിന്റെ എക്സ്കവേഷന്റെ സഹായത്തോടു കൂടെ മുനിയറ മറയൂരിൽ നിന്നും കണ്ടെത്തിയെടുക്കുന്നുണ്ട്. സോ മറയൂരിൽ നിന്നും മുനിയറ കണ്ടെത്തിയെടുക്കുന്ന ആളാണ് ആര്? ഡോക്ടർ എസ് പത്മനാഭൻ തമ്പി എന്നുള്ള പോയിന്റ് പഠിച്ചു വെക്കുക. മറ്റു ചില പ്രദേശങ്ങള് കണ്ടനശ്ശേരി, കാട്ടക്കമ്പൽ, തൃശൂർ ജില്ലയിലെ ഇയാൽ. സോ തൃശൂർ ജില്ലയിലെ ഏതാനും പ്രദേശങ്ങള് കണ്ടനശ്ശേരി, കാട്ടക്കമ്പൽ, ഇയാൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇയാൽ എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ്, അവിടെ ചാത്തൻ പറമ്പ് എന്ന് പറയുന്ന ഒരു പറമ്പ് തന്നെ ഉണ്ട്. ചാത്തന്മാരാണ് അവിടെ താമസിച്ചത്. മീൻസ് അത് ചാത്തന്മാരുടെ താമസ സ്ഥലം എന്ന് പറയുന്ന രൂപത്തിലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ്, ഇവിടെയൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇങ്ങനത്തെ മുനിയറ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് മുനിയറയെ കുറിച്ച് പറയാനുള്ളത്. മുനിയറ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് മെൻഹിർസ് ആണ്. മെൻഹിർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, അത് കുത്തനെ നിൽക്കുന്ന കല്ലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് കുത്തനെ വെച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു, ഈ നിയോലിത്തിക് കാലഘട്ടത്തിന് ശേഷം പല കമ്മ്യൂണിറ്റികൾ, ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഉണ്ടാവും, അടുത്ത സ്ഥലത്ത് മറ്റു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇവർ കാലക്കാലം എന്ത് ചെയ്യാണ്? മനുഷ്യൻ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് അവരുടെ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ റിസോഴ്സസ് മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട്, കൂടുതൽ മെറ്റൽസ് മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഈ ആൾക്കാർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ ഗോത്രം, ഈ പർട്ടിക്കുലർ ഗോത്രം മറ്റൊരു ഗോത്രം, ഈ ക്ലാനും അപ്പുറത്തെ ക്ലാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർ യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് യുദ്ധത്തിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ മരിച്ച ആൾക്കാർക്ക് അവിടെ നാട്ടുന്ന കല്ലാണിത് നാട്ടുകല്ല്, അല്ലെങ്കിൽ നടുക്കല്ല്, അല്ലെങ്കിൽ വീരക്കല്ല്, അല്ലെങ്കിൽ പുലച്ചിക്കല്ല് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് മെൻഹിർസ് എന്ന് പറയുന്നത്. സോ വീരന്മാരെ കാണിക്കുന്ന ഹീറോ സ്റ്റോൺസ് ആണ്. ഹീറോസിനെ കാണിക്കുന്ന സ്റ്റോൺസ് ആണെന്ത്? മെൻഹിർസ് എന്ന് പറയുന്നത്. ആൻഡ് അത് റീസെന്റ് ആയിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് വലിയൊരു തെളിവ് ഇടുക്കിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ പോത്തമല ഹിൽസ്, അവിടെ 3000 വർഷം പഴക്കമുള്ള ഒരു കല്ല് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു വീരക്കല്ല് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓരോ കല്ലിന് ഓരോ കാലത്ത് ഓരോ പഴക്കമായിരിക്കും ഉണ്ടാവുക. മെൻഹിർസ് ഓൾസോ നോൺ ആസ് നടുക്കല്ല്. അത് ചില പഴയ ടെക്സ്റ്റുകൾ, സംഘം കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുള്ള ടെക്സ്റ്റുകളാണെന്ത്? പുറനാനൂറ്, അകനാനൂറ്, തൊൽക്കാപ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റുകളിലെല്ലാം, ഈ വർക്കുകളിലെല്ലാം നമുക്ക് മെൻഹിർസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ മെൻഹിർസ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ഈ കാലഘട്ടത്തിലും സംഘം കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും സ്പാൻ ചെയ്ത് കിടക്കുന്ന ഒരു കാലഘട്ടമാണെന്ത്? മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്. സോ മെഗാലിത്തിക് കൾച്ചറിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് മെൻഹിർസ് എന്ന് പറയുന്ന വീരക്കല്ല്. ആ വീരക്കല്ലിനെ കുറിച്ച് പിന്നീട് വന്നിട്ടുണ്ടായ സംഘം കാലഘട്ടത്തിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് സംഘ കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു ഈ മെൻഹിർസ്, അതുപോലെ മെഗാലിത്തിക് കൾച്ചർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങൾ, ഇതെല്ലാം നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു ആചാരം തന്നെയാണ് അന്ന് ഫോളോ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് അംബ്രല സ്റ്റോൺസ്. അംബ്രല സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടക്കല്ലുകള്. ദാറ്റ് ആർ ഫൗണ്ട് ഇൻ മറയൂർ, പോർക്കുളം ഇൻ തൃശൂർ, കൊല്ലം ജില്ലയിലെ മാങ്ങാട്, വയനാട് ജില്ലയിലെ കുപ്പക്കൊള്ളി എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി, അംബ്രല സ്റ്റോൺസ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. സോ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഒന്ന് മുനിയറ. മുനിയറ അത് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്നും ഈ മുനിയറ കണ്ടെത്തുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ഡോക്ടർ എസ് പത്മനാഭൻ തമ്പി എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, മറ്റൊന്ന് മെൻഹിർസ് എന്ന് പറയുന്ന വീരക്കല്ല്, അല്ലെങ്കിൽ നടുക്കല്ല്. അത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് അതിന്റെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു കല്ല് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. സംഘം ടെക്സ്റ്റുകളായിട്ടുള്ള തൊൽക്കാപ്യം, അകനാനൂറ്, പുറനാനൂറ്, ഇതിലെല്ലാം ഈ മെൻഹിർസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിലും മെൻഹിർസിന്റെ കൾച്ചർ തുടർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി തൃശ്ശൂര്. ഈ മെഗാലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഓക്കെ, തൃശ്ശൂരിൽ നമുക്ക് കൂടുതൽ അയൺ മോണിമെന്റ്സ് അല്ലെങ്കിൽ മെഗാലിത്തിക് മോണിമെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഒന്ന് നമ്മൾ പറഞ്ഞു മെൻഹിർസ് അല്ലെങ്കിൽ പുലച്ചിക്കല്ല് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ പോർക്കുളത്ത് വെച്ചുകൊണ്ട് നമുക്ക് പുലച്ചിക്കല്ല് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 1948 BK താപ്പറാണ് ഇതിനെ സഹായിക്കുന്നത്. BK താപ്പറാണ് ഇതിന് സഹായിക്കുന്നത്. 1958 ആദ്യത്തെ നന്നങ്ങാടി തൃശ്ശൂർ ജില്ലയിലെ എങ്ങാണ്ടിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ആദ്യത്തെ നന്നങ്ങാടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. സോ ആദ്യത്തെ നന്നങ്ങാടി എക്സ്കവേഷൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. അപ്പൊ തൃശ്ശൂർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെഗാലിത്തിക് മോണിമെന്റ്സ് അല്ലെങ്കിൽ അയൺ മോണിമെന്റ്സ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എവിഡൻസ് ലഭിക്കുന്ന പ്രദേശമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പോർക്കളത്തിൽ നിന്നും 1948 BK താപ്പറുടെ സഹായത്തോടു കൂടെ മെൻഹിർസ് എന്ന് പറയുന്ന പുലച്ചിക്കല്ല് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ അതിന് പുലച്ചിക്കല്ല് എന്നാണ് പറയുന്നത്. ആദ്യത്തെ നന്നങ്ങാടി 1958 തൃശ്ശൂർ ജില്ലയിലെ എങ്ങാണ്ടിയിൽ നിന്നാണ് ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. മറ്റൊന്ന് കുടക്കല്ല്, ദാറ്റ് ഈസ് അംബ്രല സ്റ്റോൺ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂർ. നമ്മൾ ആദ്യം കാണിച്ചിട്ടില്ലേ ഒരു ഫോട്ടോ, അരിയന്നൂർ, തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂർ ഈ കുടക്കല്ലിന് ഫേമസ് ആക്കപ്പെട്ടുള്ള പ്രദേശമാണ്. കുടക്കല്ല് ഒരു തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂർ. ഓക്കെ, മറ്റൊന്നാണ് ചേരമങ്ങാട്. ഈ ചേരമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്തെ വിളിക്കുന്നത് തന്നെ കുടക്കല്ല് പറമ്പ് എന്നാണ്. സോ ചേരമങ്ങാട് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ തന്നെ അറിയപ്പെടുന്നത് കുടക്കല്ല് പറമ്പ് എന്ന് പറയുന്ന ഒരു പേരിൽ കൂടിയാണ്. അവിടെ നോക്കി കുടക്കല്ലില് ഒരുപാട് കുടക്കല്ലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഗാലിത്തിക് ബറിയൽ സിസ്റ്റം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കൻസ്. അപ്പൊ തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മെഗാലിത്തിക് മോണുമെന്റ്സ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും കുറവ്. കാരണം കടൽ തീരത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും എന്താണ്, ചിലപ്പം വെള്ളം ഉയരും. അതുകൊണ്ട് തന്നെ പല മോണുമെന്റ്സ് നഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. സോ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അവിടെ പുലച്ചിക്കല്ല് എന്ന് പറയുന്ന മെൻഹിർസ് ഉണ്ട്. പോർക്കുളത്താണ് ഉള്ളത്. BK താപ്പറിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് വരുന്നത്. നന്നങ്ങാടിയുടെ എക്സ്കവേഷൻ, അരിയന്നൂർ എന്ന് പറയുന്ന പ്രദേശം കുടക്കല്ലിന് ഫേമസ് ആണ്. ചേരമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്തിന് മറ്റൊരു പേര് തന്നെ കുടക്കല്ല് പറമ്പാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഇപ്പൊ നമ്മള് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ് അടുത്ത് പറയുന്നത്. സോ പ്രീ ഹിസ്റ്റോറിക് കേരളയിൽ നമുക്കറിയാം റിട്ടൺ റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ല. മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോൺ ടൂൾസ് വെച്ചിട്ടാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കല്ലിന് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യൻ ആദ്യം നൊമാഡിക് ആയിരുന്നു, പിന്നീടാണ് സെറ്റിൽഡ് ലൈഫിലോട്ട് എത്തുന്നത്, അഗ്രികൾച്ചറിലോട്ട് എത്തുന്നത്. അങ്ങനെ മനുഷ്യൻ പഴയകാല കല്ല് ഉപയോഗിക്കുന്നു, അതിനെ പാലിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ പി രാജേന്ദ്രന്റെ സഹായത്തോടു കൂടെ പാലക്കാടിൽ നിന്നാണ് ആദ്യത്തെ ഒരു പാലിയോലിത്തിക് ടൂൾ നമുക്ക് ലഭിക്കുന്നത്. ശേഷം വരുന്നു മിസോലിത്തിക്. അവിടെ മൈക്രോലിത്തിക് ചെറിയ കല്ലുകളാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മൈക്രോലിത്തിക്കിന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് കേരളത്തിലെ റോക്ക് ഷെൽട്ടേഴ്സ്, ഏതാനും ചില റോക്ക് ഷെൽട്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. കേവ് ആർട്ടുകൾ വരുന്നത് എസ്പെഷ്യലി തെന്മല, അങ്കോട്, എടക്കൽ കേവ്സ്, അതുപോലെ മറയൂർ, അഞ്ചുനാട് വാലി. ഓക്കെ, ഈ പ്രദേശങ്ങളിൽ നമുക്ക് റോക്ക് ഷെൽട്ടേഴ്സും കേവ് ആർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ്, ദാറ്റ് ഈസ് നിയോലിത്തിക് ഏജ്. കൃഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് തന്നെ അതിനെ വിളിക്കുന്നുണ്ട്. കാരണം മനുഷ്യ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഫേസ് ആണിത് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, നിയോലിത്തിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ് എടക്കൽ കേവ്സ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. പിന്നീട് മനുഷ്യൻ കോപ്പർ കണ്ടെത്തുന്നുണ്ട്. അതിന്റെ അഡ്വാൻസ്ഡ് ആണ് ബ്രോൺസ് എന്ന് പറയുന്നത്. പിന്നീട് കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റലാണ് അയൺ ഏജ്. കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജ് എന്ന് പറയുന്നത് ഇവിടുത്തെ ശവസംസ്കാര രീതിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മെഗാലിത്തിക് കൾച്ചർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മെഗാലിത്തിക് കൾച്ചർ. മെഗാലിത്തിക് കൾച്ചറിൽ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മുനിയറ, നന്നങ്ങാടി, കുടക്കല്ല്, ദെൻ മെൻഹിർസ് എന്ന് പറയുന്ന പുലച്ചിക്കല്ല് അല്ലെങ്കിൽ വീരക്കല്ല്, ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സോ ഈ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ ഇവിടെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ നീഗ്രോ വംശജരായിട്ടുണ്ടായിരുന്ന ഏതാനും ചില ആൾക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. നീഗ്രറ്റോഴ്സ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. അവരെ പെട്ടുള്ള ഏതാനും ചില ആൾക്കാരാണ് കേരളത്തിലെ കാടാർ, കണിക്കാർ, മലമ്പണ്ടാരങ്ങൾ, മുതുവൻസ് തുടങ്ങിയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി. കേരളത്തിലെ കാടാർ, കണിക്കാർ, മലമ്പണ്ടാരങ്ങൾ, മുതുവൻസ് കേരളത്തിലുള്ള ഏതാനും ചില ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് കേരളത്തിലെ ആദ്യത്തെ സെറ്റിലേഴ്സ് എന്ന് പറയുന്നത്. നീഗ്രറ്റോഴ്സ്, നീഗ്രോ വംശജരായിട്ടുള്ള ആൾക്കാരാണ്. മറ്റൊന്ന് ആസ്ട്രോലോയിഡ്സ്.
ആസ്ട്രോലോയിഡ്സ് എന്ന് പറയുന്ന മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാര് ഈ ആസ്ട്രോലോയിഡ്സ് പെട്ടുന്ന ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്തു നീഗ്രറ്റോയിഡ്സിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം വന്നിട്ടുള്ള ആൾക്കാർ നീഗ്രറ്റോയിഡ്സ് ആണ്, ഈ കാടാർ, കണിക്കാർ, മലമ്പണ്ടാരങ്ങൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ. അവരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് ഡോമിനേഷൻ കൊണ്ട് കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ വീണ്ടും വരുന്നു. അവരാണ് ഇരുളർ, കുറിച്യർ, കരിമ്പാലന്മാർ, മലവേഡൻസ് എന്ന് പറയുന്നത്. കുറിച്യർ നിങ്ങൾ കേട്ടോ, കുറിച്യർ റിവോൾട്ട് ഒക്കെ അല്ലെ, അവരാണ് ആസ്ട്രോലോയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ കംസ് മെഡിറ്ററേനിയൻസ്. ഈ മെഡിറ്ററേനിയൻസ് പെട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ദ്രവീഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാര്, നായന്മാർ, വെള്ളാളർ, ഇടയന്മാർ. അതായത് മോഡേൺ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാര്, അവരുടെ തുടക്കം മെഡിറ്ററേനിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരാണ്. സോ സിംപിളി കേരളത്തിൽ ആദ്യം വസിച്ചിരുന്ന ആൾക്കാരെ നമുക്ക് ആദ്യം നീഗ്രറ്റോയിഡ്സ് എന്ന് പറയുന്ന വംശവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽപ്പെട്ടുള്ള ആൾക്കാരാണ് കാട്ടാർ, കണിക്കാർ, മലമ്പണ്ടാരങ്ങൾ, ബുധുവൽസ് എന്ന് പറയുന്നത്. അവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഓസ്ട്രലോയിഡ്സ് വരുന്നുണ്ട്. അവരിൽപ്പെട്ടുള്ള ആൾക്കാരാണ് ആര്? ഇരുളാർ, കുറിച്യർ, കരിമ്പാലന്മാർ, മലവേഡൻസ് തുടങ്ങിയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി. ഇവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ആര്? മെഡിറ്ററേനിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ദ്രവീഡിയൻസ്, നായന്മാര്, വെള്ളാളര്, ഇടയന്മാര് തുടങ്ങിയിട്ടുള്ള മോഡേൺ ടൈംസിലുള്ള ആൾക്കാരൊക്കെ ഈ മെഡിറ്ററേനിയൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരാണ് വംശം നോക്കുവാണെങ്കിൽ. ഓക്കെ, സോ ഇതാണ് കേരളത്തിലെ ഏർലി സെറ്റിലേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ വരുന്നത്. പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എനി ഡൗട്ട് ഓൺ ദിസ് ടോപ്പിക്? ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഏതാനും ചില മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പല എക്സാമുകൾക്ക് വേണ്ടി ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സെറ്റ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്ന സെറ്റ് എക്സാമിനേഷൻ ആണ്. കാരണം സെറ്റ് എന്ന് പറഞ്ഞത് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്നാണ് വരിക. പക്ഷെ എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, Paleolithic implements from Kanjiripura in Palakkad district were discovered by. Paleolithic implements ആണ് ചോദിക്കുന്നത്. കാഞ്ഞിരപ്പുഴ വാലി, പാലക്കാട്. അത് ഡിസ്കവർ ചെയ്തത് ആരാണെന്നുള്ളതാണ് ഒരു ചോദ്യം. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. പി രാജേന്ദ്രൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെയിം ദ ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റ് who was associated with the discovery of megalithic monuments called Muniaras in Marayur. മറയൂരിൽ നിന്നും മുനിയറാസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റിന്റെ പേരെന്താണ്? വെരി ഗുഡ്. ഓപ്ഷൻ സി, ഡോക്ടർ എസ് പത്മനാഭൻ തമ്പിയാണ് ഇത് ഡിസ്കവർ ചെയ്യുന്നത്. വെരി ഗുഡ്. എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. കേരള PSC ചോദിച്ചിട്ടുള്ള SI ടെസ്റ്റിന് 2015 SI ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. നിങ്ങൾ തന്നെ ചോദ്യം വായിക്കൂ, എന്നിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ചോദ്യം വായിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ദേവി എസ്, ശ്രുതി, വെരി ഗുഡ്. ആൻസർ എന്താണ്? ചേരമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്തെ ലോക്കലി വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, കുടക്കല്ല് പറമ്പ്. മറ്റു ഓപ്ഷൻസ് നോക്കിയാൽ ചൊവ്വാനൂര്, കട്ടക്കാമ്പിൽ, കൊടക്കല്ല് എന്നൊക്കെയാണ്. കുടക്കല്ല് പറമ്പ് എന്ന് പറയുന്ന പ്രദേശമാണ് അല്ലെ. വെരി ഗുഡ്. എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോർക്കളം ഇൻ തൃശൂർ ഈസ് ഫേമസ് ഫോർ വാട്ട്? വെരി ഗുഡ്, ശരിയാണ്.
തൃശ്ശൂരിലെ പോർക്കുളം ഫേമസ് ആക്കപ്പെട്ടിട്ടുള്ളത് ഫോർ പുലച്ചിക്കല്ല്. ഓപ്ഷൻ ബി പുലച്ചിക്കല്ലിനാണ് കേട്ടോ. സിമിലർലി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അരിയന്നൂർ ഇൻ തൃശ്ശൂർ ഈസ് നോട്ടഡ് ഫോർ. അരിയന്നൂർ ഇൻ തൃശ്ശൂർ ഈസ് നോട്ടഡ് ഫോർ. സെയിം ഓപ്ഷൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ കുടക്കല്ല്. കുടക്കല്ലിനാണ് അരിയന്നൂർ ഫേമസ് ആയിട്ടുള്ളത്. പോർക്കുളം ഫേമസ് ആയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? പുലച്ചിക്കല്ലിനാണ്. ദാറ്റ് ഈസ് മെൻഹിയർസ്. ഓക്കെ, ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. സിമിലർ ക്വസ്റ്റ്യൻസ്. ദെൻ റിഗാർഡിംഗ് മെയിൻസ്, ചില എക്സാമ്പിൾക്ക് മെയിൻസ് വരേണ്ടതുണ്ട്. സോ മെയിൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ ഈ മെയിൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മെമ്മറിയെ റീകളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ യു ട്രേസ് ദ പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെന്റ് ഓഫ് കേരള വിത്ത് അവൈലബിൾ എവിഡൻസ്? കേരളത്തിന്റെ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിന്റെ സെറ്റിൽമെന്റിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിത്ത് അവൈലബിൾ എവിഡൻസസ്? നമ്മൾ ഒരുപാട് എവിഡൻസസ് പറഞ്ഞില്ലേ, ഒരുപാട് ടൂൾസ് കിട്ടി, ഒരുപാട് ആർക്കിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടെ അത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ കാലഘട്ടത്തെ കുറിച്ചും പറയാൻ വേണ്ടിയാണ് 10 മാർക്കിന്റെ ചോദ്യങ്ങൾ. സോ 10 മാർക്കിനൊക്കെ ചോദ്യമാവുന്ന സമയത്ത് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. അപ്പൊ കേരളത്തിലെ പ്രീ ഹിസ്റ്റോറിക്കിനെ കുറിച്ചൊന്ന് എഴുതുക. പ്രീ ഹിസ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ കോമൺ ഫീച്ചർ എന്തായിരുന്നു എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ എഴുതാം. ദെൻ നിങ്ങൾക്ക് ഒരു ബോഡി പാർട്ട് കൊണ്ടുവരാം. ബോഡി പാർട്ടിലാണ് നിങ്ങൾ ഈ അവൈലബിൾ എവിഡൻസ് വെച്ചിട്ട് പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെന്റിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദെൻ ഫൈനലി ഒരു കൺക്ലൂഷൻ കൂടെ കൊണ്ടുവരിക. ഓക്കെ, ഒരു കൺക്ലൂഷൻ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. 10 മാർക്കിന്റെ തന്നെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാകാം. റൈറ്റ് ഷോർട്ട്ലി അബൌട്ട് ദ മെഗാലിത്തിക് കൾച്ചർ ഓഫ് കേരള. കേരളത്തിന്റെ മെഗാലിത്തിക് കൾച്ചറിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. സോ ഒരു ഇൻട്രൊഡക്ഷനിൽ എന്താണ് മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയാം. മെഗാലിത്തിക് കൾച്ചറിന്റെ ഫീച്ചേഴ്സ്, മറ്റു എക്സാമ്പിൾസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോഡി പാർട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മെഗാലിത്തിക് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൺക്ലൂഷൻ ആയിട്ട് എഴുതിയിട്ട് ഈ ആൻസർ വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ 5 മാർക്കിന്റെ ചോദ്യം. The Neolithic culture was revolutionary in the early life of man. Comment. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിയോളിത്തിക് കൾച്ചർ ആണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് എന്നുള്ളത്. റെവല്യൂഷണറി ആയിരുന്നു എന്നുള്ളത്. അത് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അതായത് നിയോളിത്തിക് കൾച്ചർ കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പോയിന്റ് പറഞ്ഞാൽ തന്നെ ധാരാളം. സോ ദിസ് ഈസ് അബൌട്ട് ഓൾ ദിസ് സെഷൻ. സോ നമ്മൾ ഒരു ആദ്യം നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വൈഡർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ആദ്യത്തെ ടോപ്പിക് പ്രീ ഹിസ്റ്റോറിക് കേരള എന്ന് പറയുന്ന ടോപ്പിക് തന്നെ എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Any particular doubt? Okay guys, ഡൗട്ട് ഒന്നും കാണുന്നില്ല. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സെഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഓക്കെ, തേർഡ് ക്വസ്റ്റിനെ കുറിച്ച് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. തേർഡ് ക്വസ്റ്റ്യന് ഒരു റോങ്ങും ഇല്ല. അത് ചേരമങ്ങാട് എന്ന് പറയുന്നത് കേരളത്തിൽ എന്താണ്? കുടക്കല്ല് പറമ്പാണ്. കേരള PSC SI ടെസ്റ്റിന് ചോദിച്ച ചോദ്യമാണ്. സോ ഒബ്വിയസ്ലി ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി കുടക്കല്ല് പറമ്പ് തന്നെയാണ് കേട്ടോ. അതിൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഓക്കെ, മെയിൻസ് ക്വസ്റ്റ്യൻ ആണല്ലേ? ഫൈൻ. ഓക്കെ, ഇത് കേരള ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് വെരി ഗുഡ്, നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നിയോളിത്തിക് കൾച്ചർ വാസ് റെവല്യൂഷണറി ഇൻ ദ ഏർലി ലൈഫ് ഓഫ് മാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ചരിത്രത്തിലും ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. സോ നിയോളിത്തിക് കൾച്ചർ നിങ്ങൾ പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് പറയണം. എന്താണ്? അഗ്രികൾച്ചർ ലൈഫാണ്, സെറ്റിൽഡ് ലൈഫാണ് വരുന്നത്, പോട്രി ഉണ്ടായിരുന്നു, പോളിഷ്ഡ് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, വീൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് അതിന്റെ ഫീച്ചറാണ്. പ്ലസ് അതിന്റെ കൂടെ കേരളത്തിലെ എക്സാമ്പിൾസ് കൂടെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കേരളത്തിന്റെ എക്സാംസ് എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം കേരള PSC ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു ഏരിയ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, കേരള PSC നടത്തുന്ന ഏതെങ്കിലും എക്സാമിനാണല്ലോ ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുള്ളൂ. സോ ഒബ്വിയസ്ലി കേരള ബേസ്ഡ് ആയിക്കൊണ്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എക്സാമ്പിൾസ് കോട്ട് ചെയ്യുന്നത് നന്നാകും.
വേർഷിപ്പ് തുടങ്ങിയത് മെഗാലിത്തിക്കലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്. പണ്ട് മനുഷ്യൻ ഇരുട്ടിനെ പേടിച്ചു, ഇരുട്ടിനെ ദൈവമായി കണ്ടിട്ടുണ്ടായിരുന്നു. ഇരുട്ടത്ത് ഇടി വെട്ടി കഴിഞ്ഞാൽ തണ്ടറിനെ ദൈവമാക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണ് ദൈവത്തെ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ശിലയിലോട്ട് മാറുന്നത്. അത് ഓരോ കാലഘട്ടത്തിന്റെ നേച്ചറാണ് കേട്ടോ. സോ നമുക്ക് പെർട്ടിക്കുലർലി പറയാൻ പറ്റത്തില്ല മെഗാലിത്തിക് കൾച്ചറിലാണ് വേർഷിപ്പ് വരുന്നത്. പക്ഷെ ഒബ്വിയസ്ലി മെഗാലിത്തിക് കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എ കൈൻഡ് ഓഫ് വേർഷിപ്പ് ഉണ്ട്. അത് നമുക്ക് ഈ കാലഘട്ടത്തിലെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. സൂര്യനെ അവർ വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, കേരളത്തിലെ അമ്പലവും ടെമ്പിൾ കൾച്ചറൊക്കെ വരുന്ന പിൽക്കാലഘട്ടത്തിലാണ്. നമ്മൾ അടുത്ത ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ ഉള്ളത് നാച്ചുറൽ വർഷിപ്പ് ആണെന്ന് മനസ്സിലാക്കുക. ഫൈൻ. ഓക്കെ, 5 മാർക്കിനും 10 മാർക്കിനും എത്ര പേജ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ഈ പെർട്ടിക്കുലർ സ്പേസ് തരും നിങ്ങൾക്ക്. ഒരു ചോദ്യം വിട്ടിട്ട് അടുത്ത ചോദ്യം വരാം. നിങ്ങൾ 5 മാർക്കിന് എഴുതാൻ നേരത്തെ നിങ്ങൾ 50 to 60 വേർഡ്സ് എഴുതാനുള്ള സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 to 8 ലൈൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ കാണുള്ളൂ. സോ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങളുടെ പോയിന്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. 10 മാർക്കിന് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 100 വേർഡ്സ് ആൻഡ് ബിലോ 150 വേർഡ്സ്. അതായത് ഒരു പേജ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പേജും അടുത്തൊരു പേജിന്റെ പകുതി ഗ്യാപ്പും അല്ലെങ്കിൽ ഒരു പേജ് മുഴുവനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. സോ നിങ്ങൾ ഏതൊരു ആൻസർ എഴുതുമ്പോഴും മാർക്ക് നോക്കുക, മാർക്കിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ചവർ പോയിന്റുകളും എഴുതി വെക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പോയിന്റുകൾ മാത്രമാകട്ടെ നിങ്ങളുടെ ആൻസർ കീയിൽ വരേണ്ടത്. ഓക്കെ, ഓക്കെ, റിഗാർഡിംഗ് ദിസ് മെറ്റീരിയൽ ഓഫീസിൽ ഏൽപ്പിക്കാം, അവര് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെഷൻ. വൺസ് അഗൈൻ താങ്ക് യു.